ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെസ് നോളജ് അപ്പ്. ഞാൻ എം ജെ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +2 മാത്തമാറ്റിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ അടുത്ത പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ പാർട്ടോടുകൂടി റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫങ്ഷൻസ് എന്ത് വന്നാലും നിങ്ങൾ എല്ലാ കാര്യവും കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. കാരണം ഈ ഫങ്ഷൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, +2ലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം +2 ഇനി മുന്നോട്ടേക്ക് പോകുന്നത് അടുത്ത ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസാണ്. അത് കഴിഞ്ഞ് 3ഉം 4ഉം പുതിയൊരു കൺസെപ്റ്റാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. 5ാമത് മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെ 11ാമത്തെ ചാപ്റ്റർ വരെ എന്താണ് നിങ്ങൾക്ക് കാൽക്കുലസിന്റെ ഭാഗങ്ങൾ, അഥവാ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനാണ്. ഇന്റഗ്രേഷനിലും ഡിഫറൻസിയേഷനും എല്ലാം നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഒരു ഫംഗ്ഷനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് ആണ്. ഫങ്ഷൻസ് ഇല്ലാതെ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള ഒരു ചാപ്റ്ററും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൺ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് അത് മൂവ് ചെയ്യാൻ പറ്റില്ല ഒരു ചാപ്റ്ററും. ഫങ്ഷൻസ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബോധത്തോട് കൂടി ഇന്ന് ഫങ്ഷൻസിന്റെ ഓരോ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക. മനസ്സിലായോ? ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ ആണ്. അപ്പൊ ഫങ്ഷൻസ്, അതിന് മറ്റൊരു പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, മാപ്പിംഗ് ഓർ മാപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മാപ്പിംഗ് എന്ന് എവിടെ കേട്ടാലും നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ആ ഫംഗ്ഷൻ തന്നെയാണ് ഉദ്ദേശിച്ചുള്ളത്. ഫംഗ്ഷനെയാണ് നമ്മൾ മാപ്പിംഗ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കുറെ റിലേഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം എന്റെ കൂടെ തന്നെ പറഞ്ഞു പഠിക്കാം. ഒരു ഫംഗ്ഷൻ ഒരു റിലേഷൻ തന്നെയാണ്, എന്നാൽ എല്ലാ റിലേഷൻസും ഫങ്ഷൻ അല്ല. എന്താ പറഞ്ഞത്? എല്ലാ റിലേഷൻസും ഫങ്ഷൻ അല്ല, പക്ഷെ ഒരു ഫങ്ഷൻ എപ്പോഴും റിലേഷൻ ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞ എന്റെ കൂടെ തന്നെ പറയാ. ഒരു റിലേഷൻ, അതായത് എല്ലാ റിലേഷൻസും ഫങ്ഷൻ അല്ല, എന്നാൽ ഒരു ഫങ്ഷൻ എപ്പോഴും റിലേഷൻ ആയിരിക്കും. എല്ലാ റിലേഷൻസും ഫങ്ഷൻ അല്ല, ഒരു ഫങ്ഷൻ എപ്പോഴും റിലേഷൻ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒരു ഫങ്ഷൻ എന്താ, ഒന്നുകൂടെ എന്റെ കൂടെ പറയാം. ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ തന്നെയാണ്. ഫങ്ഷൻ ഈസ് ഓൾവേസ് എ റിലേഷൻ. പക്ഷെ എല്ലാ റിലേഷനും എനിക്ക് ഫങ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്, തിരിച്ചെനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഒരു റിലേഷൻ എപ്പോഴും ഫങ്ഷൻ ആവണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു ഫങ്ഷൻ എപ്പോഴും റിലേഷൻ ആയിരിക്കും. എന്ന് പറയുമ്പോൾ നമുക്കിതിനെ ഒരു ഫങ്ഷനെ എങ്ങനെ നമുക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഒരു ഫങ്ഷൻ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, തൽക്കാലം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എഴുതാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് relation, specific type of relation, specific type of relation, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്ന് പഠിച്ചോ. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ എന്ന്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. എന്താണ് ആദ്യത്തെ കാര്യം ഇപ്പോഴേ പഠിച്ചു വെക്കാം. ഒരു ഫംഗ്ഷൻ എന്താ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് ഒരാൾ പറയാൻ പറഞ്ഞാൽ എത്ര പറഞ്ഞാൽ മതി. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും റിലേഷൻ ആയിരിക്കും, എന്നാൽ എല്ലാ റിലേഷൻസും ഫംഗ്ഷൻ അല്ല. കാരണം എത്രയേ ഉള്ളൂ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ, ഒരു പ്രത്യേക കണ്ടീഷൻ ഉള്ള റിലേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് റിലേഷൻ, ഒരു പ്രത്യേക കണ്ടീഷൻ ഉള്ള റിലേഷൻ ആണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു റിലേഷൻ നമ്മൾ 3 വിധത്തിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഒന്ന് റോസ്റ്റർ ഫോം, അഥവാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഒരു ഓർഡേർഡ് പെയർസ് ആക്കി എഴുതുന്നത്. രണ്ടാമത് സെറ്റ് ബിൽഡർ ഫോം. ആ സെറ്റ് ബിൽഡർ ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ x, y such that എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടീഷൻ എഴുതി തരുന്നത്, ഇംഗ്ലീഷിൽ എഴുതി തരുന്നത്. ഇതിങ്ങനെ കുറെ ഓർഡേർഡ് പെയർ ആക്കി തന്നാൽ റോസ്റ്റർ ഫോം, ഇംഗ്ലീഷിൽ ആ കണ്ടീഷൻ സെന്റൻസ് ആക്കി എഴുതി തന്നാൽ അത് സെറ്റ് ബിൽഡർ ഫോം. മറ്റൊന്നാണ് ആരോ ഡയഗ്രാം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇങ്ങനെ 3 വിധത്തിലുള്ള റിലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, ഡിനോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ 6 റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 6 റിലേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിലേഷൻ ചിലപ്പോൾ ഇങ്ങനെ കണ്ടാൽ, ഈ ആരോ ഡയഗ്രത്തിൽ കണ്ടാൽ ചില ആൾക്കാർ ചോദിക്കും ഇതെന്ത് റിലേഷനാ, ഇങ്ങനെ റിലേഷൻ ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ ഒരു താൽക്കാലികം എല്ലാ റിലേഷനെയും ഞാൻ എന്ത് ചെയ്തില്ല, സെറ്റ് ബിൽഡർ ടാബുലർ ഫോം ഓർ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയിട്ടില്ല. ഈ റിലേഷനെ മാത്രം ഞാൻ താൽക്കാലികം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എന്താണ് ഈ റിലേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ പഠിച്ച രീതിയിലേക്ക് മാറ്റി എഴുതിയിരുന്നു. നോക്കി. അതായത് ഈ റിലേഷൻ
ഇത് എവിടുന്ന് എവിടേക്കുള്ള റിലേഷനാ? എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ആർ ഫ്രം എ ടു ബി എങ്ങനെ നൽകിയിട്ടുള്ളത്? ഗിവൺ ബൈ. നോക്കി നോക്കുക, ഇതിനെ ഈ ഒരു സംഭവത്തെ ഇതൊരു റിലേഷൻ ആണ്. ചില ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, ഇങ്ങനെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളവർക്ക് വേണ്ടി മാറ്റി എഴുതിയതാണ്. ഈ റിലേഷൻ എങ്ങനെ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇവിടെ ഈ റിലേഷൻ പ്രകാരം 1 എയിലേക്കാണ് ആരോ പോയിട്ടുള്ളത്. 1 നിന്ന് എയിലേക്ക് ആരോ പോയി എന്ന് പറഞ്ഞാൽ 1, എ റിലേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞതിനർത്ഥം. ഓക്കെ ആണല്ലോ. 2 നിന്ന് ബിയിലേക്കും 2 നിന്ന് സിയിലേക്കും ആരോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2, ബിയും 2, സിയും റിലേഷൻ ഉണ്ടെന്ന് അർത്ഥം. 3 നിന്ന് ഡിയിലേക്ക് ആരോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 3, ഡി റിലേഷൻ ഉണ്ടെന്ന് അർത്ഥം. ഇങ്ങനെയാണ് ഇതിനെ ഈ ആരോ ഡയഗ്രത്തെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പഠിച്ച രീതിയിലേക്ക് മാറ്റി എഴുതുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ മാറ്റി എഴുതി നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഇതുപോലെ മാറ്റി എഴുതിയതുപോലെ സങ്കല്പിച്ചു നോക്കുക. നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കി വെക്കുക. ഇതൊക്കെ ഓരോ റിലേഷൻ തന്നെ, ഡൗട്ട് ഒന്നും വേണ്ട. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച രീതിയിലേക്ക് ഈ റിലേഷനെ മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലായാലും ഒരു ആരോ ഡയഗ്രം കണ്ടാൽ പഠിച്ച രീതിയിലേക്ക് തന്നെ മാറ്റാൻ പറ്റുമല്ലോ, ഡൗട്ട് ഒന്നുമില്ലോ. അപ്പൊ ഇങ്ങനെ കണ്ടാൽ ചിലർക്ക് ഇങ്ങനെ കണ്ടാൽ മാത്രമേ ചിലർക്ക് മനസ്സിലാവുള്ളൂ ഇതാ റിലേഷൻ എന്ന്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി എഴുതിയത്. ഇനി ഇവിടെ നീല സെന്റൻസ് ഞാൻ നീല ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, നീല കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. ഈ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് വാക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇമേജ് ആൻഡ് പ്രീ ഇമേജ് ഓഫ് ആൻ എലമെന്റ്. ഒരു എലമെന്റിന്റെ ഇമേജ് എന്താ, ഒരു എലമെന്റിന്റെ പ്രീ ഇമേജ് എന്താ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നിങ്ങൾ ശരിക്കും റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ +1 തന്നെ പറഞ്ഞു കൊടുക്കും. ഈ ഓർഡേർഡ് പേരിൽ ഇതാണ് ഇമേജ്, ഇതാണ് പ്രീ ഇമേജ് എന്ന്. എന്നാൽ നമ്മൾ ആ ഒരു വാക്ക് ഇമേജ് ആൻഡ് പ്രീ ഇമേജ് എന്ന് പറയുന്ന വാക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എൻറ്റയർലി നമ്മൾ മൊത്തം യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻസിലാണ്. എന്നാൽ റിലേഷനിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കും. കാരണം റിലേഷൻ ആണ് പിന്നീട് ഫംഗ്ഷൻ ആയി മാറുന്നത്. അതുകൊണ്ട് റിലേഷനിൽ എടുക്കുമ്പോഴേ നമ്മൾ പറയും. എന്നാൽ നമ്മൾ ഫംഗ്ഷനിലാണ് ഈ വാക്കുകൾ, ഈ വേർഡ്സ് എന്ത് ചെയ്യുക, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഏതാണ് വേർഡ്? ഇമേജ് ആൻഡ് പ്രീ ഇമേജ്. എന്താണ് ഇമേജും പ്രീ ഇമേജും എന്ന് നമുക്ക് ഈ റിലേഷൻ വെച്ച് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റൂടാ. നിങ്ങൾ നോക്കിക്കോ, സിമ്പിൾ ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനിൽ 1നെ എവിടേക്കാണ് ആരോ പോയിട്ടുള്ളത്? 1ൽ നിന്ന് എയിലേക്കല്ലേ ആരോ പോയിട്ടുള്ളത്? ഇതൊരു റിലേഷനാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം എ ക്രോസ് ബിയുടെ സബ്സെറ്റിൽ 1, എ പറയുന്ന സെറ്റ് ഉണ്ടായിരിക്കും. എ ക്രോസ് ബിയുടെ എന്താണ് സബ്സെറ്റ് ആയിരിക്കും ഈ പറയുന്ന റിലേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പൊ 1ൽ നിന്ന് എയിലേക്ക് ആരോ പോയിട്ടുണ്ടല്ലോ, അത് 1, എവിടെ ഉണ്ട്? ഈ റിലേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. എന്താ ഇമേജ്, എന്താ പ്രീ ഇമേജ് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ സെറ്റിൽ നിന്നുള്ള 1ൽ നിന്ന് രണ്ടാമത്തെ സെറ്റിൽ എയിലേക്കാണല്ലോ ആരോ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 1 എന്ന് പറയുന്ന ഈ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ് എ എന്ന് പറയുന്ന എലമെന്റ്. എന്താ പറഞ്ഞത്? എ എന്ന് പറയുന്നത് എ ഈസ് ദ ഇമേജ് ഓഫ് 1. 1 എന്ന് പറയുന്ന എലമെന്റിന്റെ ഇമേജ് ആണ്. അപ്പൊ 2ൽ നിന്ന് ബിയിലേക്ക് ആരോ പോയിട്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2ന്റെ ഇമേജ് ആണ് ബി. അതായത് 2ൽ നിന്ന് സിയിലേക്ക് പോയി സി 2ന്റെ ആരാ? 2ന്റെ ഇമേജ് ആണ് സി. മനസ്സിലായല്ലോ? 3യുടെ ഇമേജ് ആണ് ഡി. ഇവിടെ നോക്കുമ്പോ 1ന്റെ ഇമേജ് ആണ് എ, 2ന്റെ ഇമേജ് ആണ് സി, 3ന്റെ ഇമേജ് ആണ് ഡി. മനസ്സിലായല്ലോ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആരോ പോയിട്ടുണ്ടെന്ന് പറയുമ്പോ 1ൽ നിന്ന് എയിലേക്ക് ആരോ പോയിട്ടുണ്ടെന്ന് പറയുമ്പോ 1ന്റെ ആരാ എ എന്ന് വെച്ചാൽ 1ന്റെ ഇമേജ് ആണ്. 1 അവിടെ പോയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? കണക്ഷൻ ഉണ്ടാക്കുന്നത്. സോ 1ന്റെ ഇമേജ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കൊരു കാര്യം അറിയാം. 1ൽ നിന്ന് എയിലേക്ക് ആരോ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ 1, എ റിലേഷൻ ഉണ്ടായിരിക്കുമല്ലോ. എന്ന് പറയുമ്പോൾ ഒരു ഓർഡേർഡ് പേർ നിങ്ങൾ കണ്ടാൽ 1, എ എന്ന് പറഞ്ഞ ഓർഡേർഡ് പേർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ 1ൽ നിന്ന് എയിലേക്ക് ആരോ പോയിട്ടുണ്ട്, അഥവാ ഈ 1ന്റെ ഇമേജ് ആണ് എ. അപ്പോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. 2, ബി റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? 2ൽ നിന്ന് ബിയിലേക്ക് ഒരു ആരോ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 2ന്റെ ഇമേജ് ആണ് ബി. 2, സി ഉണ്ടെന്ന് പറയുമ്പോൾ 2ന്റെ ഇമേജ് ആണ് സി, 3യുടെ ഇമേജ് ആണ് ഡി. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി വരാം. അപ്പൊ എന്താ പ്രീ ഇമേജ്? ഞാനിപ്പോ പറഞ്ഞു 1ൽ നിന്ന് എയിലേക്ക് ആരോ പോയിട്ടുണ്ട്. സോ 1ന്റെ ഇമേജ് ആണ്. അപ്പൊ എയുടെ ആരാ? 1. മനസ്സിലായോ? 1ന്റെ ഇമേജ് ആണ് എക്ക് ആരാ 1 എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു പറയാന്നത്രേ ഉള്ളൂ. 1ന്റെ ഇമേജ് ആണ് എങ്കിൽ എക്ക് 1 പ്രീ ഇമേജ്. എന്താ പറഞ്ഞത്? 1ന്റെ ഇമേജ് ആണ് എ, എന്നാൽ എയുടെ പ്രീ ഇമേജ് ആണ് 1. എങ്ങനെ പറയാ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇമേജും അവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രീ ഇമേജും. 1ന്റെ ഇമേജ് എയുടെ പ്രീ ഇമേജ് 1. മനസ്സിലായല്ലോ? 1 ഈസ് ദ പ്രീ ഇമേജ് ഓഫ് എ. എയുടെ പ്രീ ഇമേജ് ആണ് 1 എന്ന് പറയുമ്പോൾ 1, എ റിലേഷൻ ഉണ്ടെങ്കിൽ രണ്ടർത്ഥങ്ങൾ. 1ന്റെ ഇമേജ് ആണ്, തിരിച്ച് എയുടെ പ്രീ ഇമേജ് ആണ് 1. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇമേജും അവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രീ ഇമേജും. നമുക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം എങ്ങനെയാണെന്ന്. 1ന്റെ ഇമേജ് ആണ് എ, അപ്പൊ എയുടെ ആരായിരിക്കും? എയുടെ പ്രീ ഇമേജ് ആണ് 1. 2യുടെ ഇമേജ് ആണ് ബി, അപ്പൊ ബി ആരായിരിക്കും? ബിക്ക് 2 ആരായിരിക്കും? ബിയുടെ പ്രീ ഇമേജ് ആണ് 2. 2ന്റെ ഇമേജ് ആണ് സി എന്ന് പറയുമ്പോൾ സിയുടെ പ്രീ ഇമേജ് ആണ് 2. അടുത്ത 3യുടെ ഇമേജ് ആണ് ഡി, അപ്പൊ ഡി ആരായിരിക്കും? ഡിയുടെ പ്രീ ഇമേജ് ആണ് 3. ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു നോക്കാവുന്നതാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറയുമ്പോൾ
പറയുമ്പോൾ ഇമേജ് എന്നും തിരിച്ച് പറയുമ്പോൾ പ്രീ ഇമേജ് എന്നും പറഞ്ഞാൽ മതി. ഒന്നിന്റെ ഇമേജ് ആണ് എയുടെ പ്രീ ഇമേജ് ആണ് 1, 2യുടെ ഇമേജ് ആണ് സിയുടെ പ്രീ ഇമേജ് ആണ് 2, 3യുടെ ഇമേജ് ആണ് ഡിയുടെ പ്രീ ഇമേജ് ആണ് 3. ഇതൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കുക. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് വെക്കുക. 1, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഒരു x, y എന്ന് പറയുന്നത് എന്തിലുണ്ടെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ എക്സിന്റെ ഇമേജ് ആണ് 1. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറയുമ്പോൾ ഇമേജ് എന്ന് പറയാ. എക്സിന്റെ ഇമേജ് ആണ് 1, എക്സിന്റെ ഇമേജ് ആണ് y. തിരിച്ച് വൈയുടെ ആരാ എക്സ് എന്ന് ചോദിച്ചാൽ വൈയുടെ പ്രീ ഇമേജ് ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? x, y എന്ന് പറയുന്ന ഒരു എലമെന്റ് റിലേഷൻ ഉണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്സിന്റെ ഇമേജ് ആണ് y, തിരിച്ച് വൈയുടെ പ്രീ ഇമേജ് ആണ് എക്സ്. ഇവിടുന്ന് ആദ്യത്തിന് അങ്ങോട്ടേക്ക് ഇമേജും തിരിച്ച് ഇങ്ങോട്ടേക്ക് പ്രീ ഇമേജും. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കി. നമ്മൾ ഇമേജ് പ്രീ ഇമേജ് വാക്കുകളെ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് പറയാണ്, ഇവിടെ ഞാൻ കുറെ റിലേഷൻസ് നൽകിയിട്ടുണ്ട്. അതിനെ എങ്ങനെ എഴുതി മനസ്സിലാക്കി, എന്താ ഇമേജ് പ്രീ ഇമേജ് എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ഫംഗ്ഷൻ എന്താന്ന് പറയാൻ പോവാം. നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് എന്താ ഫംഗ്ഷൻ എന്താന്ന് പറയാം. എന്താ ഫംഗ്ഷൻ? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ കൊടുത്ത 6 റിലേഷനിൽ ഏതൊക്കെയോ ഫംഗ്ഷൻസ് അത് നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോവാ. സിമ്പിൾ ആണ്. 2 കണ്ടീഷൻ ആലോചിച്ചാൽ മതി. ശരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരൊറ്റ സെന്റൻസേ പറയുന്നുള്ളൂ. ഞാനതിനെ മുറിച്ച് 2 ആക്കിയതാണ്. അങ്ങനെ മുറിച്ച് പഠിപ്പിക്കുമ്പോൾ എനിക്ക് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാവും. രണ്ടാമത്തത്, അടുത്ത ടോപ്പിക് പറയുമ്പോൾ എനിക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. മാത്രം മതി. എന്നാൽ മാത്രം എനിക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാനുള്ള എളുപ്പത്തിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനും കൂടി ഞാൻ ഈ ഒറ്റ സെന്റൻസിനെ മുറിച്ച് 2 ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി എങ്ങനെ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ ആണല്ലോ? അപ്പം ഇതൊക്കെ റിലേഷനാണ്. ഇവരെല്ലാവരും റിലേഷനാണ്. പക്ഷെ ഇത് സ്പെഷ്യൽ ആയിട്ട് ചില കണ്ടീഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ചില റിലേഷൻസ് ഒക്കെ ഫംഗ്ഷൻ ആവുള്ളൂ. അതിന് 2 കണ്ടീഷൻ ഉണ്ടായാൽ മതി. ഒറ്റൊന്നേ ഉള്ളൂ. എവരി എലമെന്റ് ഇൻ ക്യാപിറ്റൽ എ ആസ് ഇമേജസ് ഇൻ ബി. എന്താണ് ഇമേജ് എന്ന് പറഞ്ഞു? ഇവിടെ ഉള്ള ആൾക്കാർക്ക് അങ്ങോട്ടേക്കുള്ള ആളാണ് ഇമേജ്. അതായത് ഒന്നിന്റെ ഇമേജ് ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ആരോ പോയാൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അപ്പുറത്തുള്ള ആൾക്കാർ ഇമേജ്. മനസ്സിലായല്ലോ? ഈ ഒന്നാമത്തെ സെറ്റിലുള്ള എലമെന്റ്സിന്റെ ഇമേജ് ആയിരിക്കും രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടായിരിക്കുക എന്നുള്ള കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഒരു ഇമേജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവരിൽ നിന്നും ഒരു ആരോ പോകണം എന്നാണല്ലോ. കാരണം ആരോ പോയാലല്ലേ ഇമേജ് ഉണ്ടായിരിക്കുള്ളൂ. ഒന്നിൽ നിന്ന് ആരോ പോയതുകൊണ്ടാ ഒന്നിന്റെ ഇമേജ് ചെയ്യായത്. 2ൽ നിന്ന് 2 ആരോ പോയതുകൊണ്ടാ 2ന് 2 ഇമേജ് ഉണ്ടായത്. 3ൽ നിന്ന് 1 ആരോ പോയതുകൊണ്ടാ 3ന് 1 ഇമേജ് ഉണ്ടായത്. മനസ്സിലായല്ലോ? ആരോ പോയാൽ ഇമേജ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഒന്നാമത്തെ സെറ്റിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഇമേജ് ഉണ്ടാവുള്ളൂ. അതായത് ഒന്നാമത്തെ സെറ്റിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് ഇമേജ് ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? എവരി എലമെന്റ് ഇൻ എ ആസ് ഇമേജസ് ഇൻ ബി. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും എന്തുണ്ടായിരിക്കണം? ഇമേജസ് ഉണ്ടായിരിക്കണം. നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ സെറ്റിൽ ഇവിടെ 3 എലമെന്റ് ആണ്. 1, 2, 3 എന്നീ 3 എലമെന്റ്സ് ആ. എല്ലാവരും വര പോകുന്നുണ്ട്. ഇയാളിൽ നിന്ന് വര പോകുന്നുണ്ട്, ഇയാളിൽ നിന്ന് വര പോകുന്നുണ്ട്, ഇയാളിൽ നിന്ന് വര പോകുന്നുണ്ട്, 1ൽ നിന്ന് വര പോകുന്നുണ്ട്, 2ൽ നിന്ന് വര പോകുന്നുണ്ട്, 3ൽ നിന്ന് വര പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഫംഗ്ഷൻ ആണോ? ആണെന്ന് പറയാനായിട്ടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ ആണ്. ഇവിടെ ആണെങ്കിലോ ഇവിടെ ഒന്നാമത്തെ കണ്ടീഷനെ ഓക്കെ അല്ല. കാരണം 4ൽ നിന്ന് വര പോകുന്നില്ല എന്ന് പറയുമ്പോൾ 4 ഇമേജ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴേ ഇത് എന്ത് ചെയ്യാം? വെട്ടിയിടാം. എന്തല്ല, ഇത് ഫംഗ്ഷൻ അല്ല. ഇപ്പോഴേ നമ്മൾ ഒന്നാമത്തെ കണ്ടീഷനെ പോയി. ഇവിടെ നോക്കുമ്പോഴോ ഇവിടെ നോക്കുമ്പോൾ 2ന് ഇമേജ് ഇല്ല. 1ന് ഇമേജ് ഉണ്ട്, 3ന് ഇമേജ് ഉണ്ട്, 4ന് ഇമേജ് ഉണ്ട്. എന്നാൽ 2ൽ നിന്ന് ആരോ പോകാത്തതുകൊണ്ട് 2ന് ഇമേജ് ഇല്ല. സോ ഇത് ഇപ്പോഴേ വെട്ടിയിടാം. ഇവിടെ ആകുമ്പോൾ 3 ആളിൽ നിന്നും വര പോകുന്നുണ്ട്. സോ ഫംഗ്ഷൻ ആവാം, ആവാതിരിക്കാം. ഇവിടെ ആകുമ്പോൾ എല്ലാവരിൽ നിന്ന് വര 1ൽ നിന്ന് പോകുന്നുണ്ട്, 2ൽ നിന്ന് പോകുന്നുണ്ട്, 3ൽ നിന്ന് പോകുന്നുണ്ട്, 4ൽ നിന്ന് പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. ഇവിടെ ആകുമ്പോഴും എല്ലാവരിൽ നിന്ന് പോകുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഇനി ഫംഗ്ഷൻ ആണോ ചോദ്യത്തിൽ ഇവർ 2 പേരെ ഒഴിവാക്കി ഇവർ 4 പേരെയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞാലോ? രണ്ടാമത്തെ കണ്ടീഷൻ അതിന് എളുപ്പമാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവരിൽ നിന്നും ആരോ പോകണം. ഒരൊറ്റ ആരോയെ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. എന്താ 2 കണ്ടീഷൻ? ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവരിൽ നിന്നും ആരോ പോകണം, ഒരൊറ്റ ആരോയെ പോകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ 2 കണ്ടീഷൻ നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഭാഷയിൽ പറയുമ്പോൾ എന്താ പറയാ? എവരി എലമെന്റ് ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ടായിരിക്കണം, ഒരൊറ്റ ഇമേജേ പാടുള്ളൂ. അഥവാ ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാവാൻ പാടില്ല. നോ എലമെന്റ് ഓഫ് എ, ഒന്നാമത്തെ സെറ്റ് ആയിട്ടുള്ള എക്ക്
ഒറ്റ എലമെന്റിനും ഹാസ് മോർ ദാൻ വൺ ഇമേജ് ഇൻ ബി, ഒന്നിൽ കൂടുതൽ ഇമേജസ് എവിടെ ഉണ്ടാവാൻ പാടില്ല, ബിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വരകൾ ഒരു ഒന്നാമത്തെ സെറ്റിലെ എലമെന്റിൽ നിന്ന് പോകാൻ പാടില്ല. എല്ലാവരിൽ നിന്നും വര പോകണം. ഒന്നിൽ കൂടുതൽ വരകൾ പോകാൻ പാടില്ല, ഒറ്റ വരെ പോകാൻ പാടുള്ളൂ. രണ്ട് കണ്ടീഷനിന്റെ കൂടെ തന്നെ പറയാം, ഒറ്റ വരെ പോകാൻ പാടുള്ളൂ. വര എന്തായാലും പോകണം എല്ലാ എലമെന്റ്സിൽ നിന്നും. ഒന്നാമത്തെ സെറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഫംഗ്ഷൻ ആണോ ഫസ്റ്റ് സെറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഫസ്റ്റ് സെറ്റ് ഓൺലി. ഇവിടെ ഫസ്റ്റ് സെറ്റിനെ കുറിച്ച് മാത്രമുള്ള ചർച്ചയുള്ളൂ. സെറ്റ് അഥവാ സെറ്റ് എനെ കുറിച്ചുള്ള മാത്രമേ ചർച്ചയുള്ളൂ. രണ്ടാമത്തെ സെറ്റ് നിങ്ങൾ നോക്കുക വേണ്ട, ഒന്നാമത്തെ സെറ്റിന്റെ കണ്ടീഷൻ മാത്രം മതി. എന്താ രണ്ട് കണ്ടീഷൻ? എല്ലാവരിൽ നിന്നും വര പോകണം, ഒറ്റ വരെ പോകാൻ പാടുള്ളൂ. അഥവാ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം, എല്ലാവർക്കും ഇമേജ് ഉണ്ടായിരിക്കണം, ഒരൊറ്റ ഇമേജേ പാടുള്ളൂ. എല്ലാവർക്കും ഇമേജ് ഉണ്ടായിരിക്കണം, ഒരൊറ്റ ഇമേജേ പാടുള്ളൂ. ഓക്കെ ആണല്ലോ? ഇമേജ് മറന്നു പോരുത്, ഞാൻ ചെറിയ തെറ്റിച്ചിട്ടുണ്ട്. നോക്കി നോക്കാം. ഇത് ഫംഗ്ഷനാണ്. നോക്കാം എന്താ വഴി? രണ്ട് കണ്ടീഷൻ. എല്ലാവരിൽ നിന്ന് വര പോകുന്നുണ്ട്, ഒരൊറ്റ വരെ എല്ലാവരിൽ നിന്ന് പോകാൻ പാടുള്ളൂ. ഒന്നിൽ നിന്ന് ഒരൊറ്റ വരെ പോകുന്നുള്ളൂ, മൂന്നിൽ നിന്ന് ഒരൊറ്റ വരെ പോകുന്നുള്ളൂ. പക്ഷേ രണ്ടിൽ നിന്ന് രണ്ട് വര പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടിന് രണ്ട് ഇമേജ് ഉണ്ടായിരിക്കുക. രണ്ടിന് ബിയും ഇമേജ് ആണ്, രണ്ടിന്റെ ഇമേജ് ആണ് സി എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഇമേജിന്റെ പരിപാടിയിൽ ഒരൊറ്റ ഇമേജ് പാടുള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. ഇനി ഈ മൂന്നാളെ കുറിച്ച് ചെക്ക് ചെയ്താൽ മതിയല്ലോ, സിമ്പിൾ ആണല്ലോ. നോക്കി നോക്കാം. ഇവിടെ എല്ലാവരിൽ നിന്നും വര പോകുന്നുണ്ട്. ഒന്നിൽ നിന്ന് ഒറ്റ വര, രണ്ടിൽ നിന്ന് ഒരു വര, മൂന്നിൽ നിന്ന് ഒരു വര എന്ന് പറയുമ്പോൾ എല്ലാ എലമെന്റ്സിൽ നിന്നും ഒരു വരേ പോകുന്നുള്ളൂ, എല്ലാവരിൽ നിന്നും വര പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഫംഗ്ഷനാ. കാരണം എന്താ? എല്ലാവർക്കും ഇമേജസ് ഉണ്ട്, ഒരൊറ്റ ഇമേജേ ഉള്ളൂ. നിങ്ങൾ രണ്ടാമത്തെ സെറ്റ് ഇപ്പൊ എന്നോട് ചോദിക്കാം, ഇവിടെ നോക്കി രണ്ടാമത്തെ സെറ്റിൽ ബിന്റെ അടുത്ത് കാര്യം വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഫംഗ്ഷൻ ആവോ എന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല. കാരണം രണ്ടാമത്തെ സെറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ചയില്ല. രണ്ടാമത്തെ സെറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട, ഒന്നാമത്തെ സെറ്റിന്റെ കണ്ടീഷൻ മാത്രം അറിയാം. എന്താ കണ്ടീഷൻ? ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവരിൽ നിന്നും വര പോകുന്നുണ്ടോ? ഒന്നാമത്തെ സെറ്റ് ഇതൊന്നും മറന്നേക്ക്. ഇനി എന്താ രണ്ടാമത്തെ കണ്ടീഷൻ? ഒരൊറ്റ വരെ പോകുന്നുള്ളൂ. രണ്ടാമത്തെ സെറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക വേണ്ട, ഇപ്പൊ അതിനെ കുറിച്ച് ബോധപ്പെടാവുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്തത് ഇത് ഫംഗ്ഷൻ ആണെന്ന് എങ്ങനെ നോക്കാം? എല്ലാവരിൽ നിന്നും വര പോകുന്നുണ്ടോ? നോക്കി, ഒന്നിൽ നിന്ന് വര പോകുന്നുണ്ട്, രണ്ടിൽ നിന്ന്, മൂന്നിൽ നിന്ന് പോകുന്നുണ്ട്, നാലിൽ നിന്ന് പോകുന്നുണ്ട്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി എത്ര വര പോകുന്നുണ്ട്? ഒന്നിൽ നിന്ന് ഒരു വര, രണ്ടിൽ നിന്ന് ഒരു വര, മൂന്നിൽ നിന്ന് ഒരു വര, നാലിൽ നിന്ന് ഒരു വര എന്ന് പറയുമ്പോൾ എല്ലാവരിൽ നിന്നും ഒരൊറ്റ വരെ പോകുന്നുള്ളൂ. ഇപ്പുറത്ത് നിങ്ങൾക്ക് പറയാം എക്ക് എന്തില്ല, ഇവിടെ എയിലേക്ക് ആരും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എക്ക് പ്രീമേജുകൾ ഒന്നുമില്ല. എക്ക് ഇവിടെ പ്രീമേജുകൾ ഒന്നുമില്ല. ഡിക്കാണെങ്കിലോ ഡിക്ക് ഇവിടെ പ്രീമേജുകൾ ഒന്നുമില്ല. ആ ഇമേജ് പ്രീമേജ് മാറിപ്പോരുത്. ഒന്നിന്റെ ഇമേജ് ആണ് ബി, രണ്ടിന്റെ ഇമേജ് ആണ് ബി, മൂന്നിന്റെ ഇമേജ് ആണ് ഇ, നാലിന്റെ ഇമേജ് ആണ് സി. തിരിച്ചു പറഞ്ഞു നോക്കിയേ, ബിയുടെ പ്രീമേജ് ആരൊക്കെയാ? 1ഉം 2ഉം. സിയുടെ പ്രീമേജ് ആരാ? 4. ഇയുടെ പ്രീമേജ് ആരാ? 3 എന്ന് പറയുമ്പോൾ എയുടെ പ്രീമേജ് ആരാ? എക്ക് പ്രീമേജ് ഇല്ല. ഡിയുടെ പ്രീമേജ് ആരാ? ഡിക്ക് പ്രീമേജ് ഇല്ല. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് എന്നോട് മറ്റൊരു ഡൗട്ട് ചോദിക്കാം. ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്ന എലമെന്റിലേക്ക് 2 വര വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് ഈ ഫംഗ്ഷൻ ആവോ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്താണ്? നമുക്ക് രണ്ടാമത്തെ സെറ്റിലേക്ക് എത്ര വര വന്നു, ആരൊക്കെ പോയി എന്നുള്ള ഡൗട്ട് നിങ്ങൾ നോക്കണ്ട. ഒന്നാമത്തെ സെറ്റ് മാത്രം ചർച്ച. ഒന്നാമത്തെ സെറ്റിൽ നിന്ന് എല്ലാവരും വര പോയിട്ടുണ്ടോ? ഒരൊറ്റ വരെ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഫംഗ്ഷനാ. രണ്ടാമത്തെ സെറ്റിനെ കുറിച്ച് പരിഗണിക്കണ്ട. ഇവിടെ നിങ്ങൾ നോക്കി നോക്ക്, ഇവിടെ നോക്കാം നമുക്ക് ഇത് ഫംഗ്ഷൻ ആണോ? ഇതെങ്ങനെ ഫംഗ്ഷൻ ആവുക? ഇവിടെ രണ്ടാൾ വെറുതെ നിൽക്കുന്നുണ്ടല്ലോ, കൂടെ ഇയാളത്തേക്ക് കുറെ വര വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ പറയില്ല. നമുക്ക് രണ്ടാമത്തെ സെറ്റിനെ കുറിച്ച് ചർച്ചയില്ല, നമുക്ക് ആരെ കുറിച്ച് മാത്രം നോക്കിയാൽ മതി. ഒന്നാമത്തെ സെറ്റിൽ നിന്ന് എല്ലാവരും വര പോയിട്ടുണ്ട്, ഒറ്റ വരല്ലേ പോയിട്ടുള്ളൂ. ഈ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് പറയുമ്പോൾ എന്താ? ഇത് ഫംഗ്ഷനാ. അതായത് ഇവിടെ ഇത്രേ ഉള്ളൂ, ഒന്നിന്റെ ഇമേജ് സി, രണ്ടിന്റെ ഇമേജ് സി, മൂന്നിന്റെ ഇമേജ് സി എന്ന് പറയുമ്പോൾ മൂന്നാൾക്കും ഇമേജ് സെയിമാ. പ്രീമേജ് ഇവിടെ സിക്ക് എത്ര പ്രീമേജ് ഉണ്ട്? 1, 2, 3 എന്നീ 3 പ്രീമേജ് ഉണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഒന്നിനൊരൊറ്റ ഇമേജ് ഉള്ളൂ, രണ്ടിനും ഒരൊറ്റ ഇമേജ് ഉള്ളൂ, മൂന്നിനും ഒരൊറ്റ ഇമേജ് ഉള്ളൂ, മൂന്നാൾക്കും ഇമേജ് ഉണ്ട്. ഈ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഇത് ഫംഗ്ഷനാ. അപ്പൊ എന്താ ഒരു ഫംഗ്ഷൻ എന്ന് സിംപ്ലി ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് ഫംഗ്ഷൻ. എന്താണ് സ്പെഷ്യൽ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു റിലേഷൻ പല വിധത്തിലാവാം, എന്നാൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് ഫംഗ്ഷൻ. രണ്ട് കണ്ടീഷൻ? രണ്ട് കണ്ടീഷൻ ഒന്നുമില്ല, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമ്മൾ അതിന് ചേർത്ത് ഞാൻ അതിനെ മുറിച്ച് രണ്ടാക്കിയതാണ്. എന്താ രണ്ട് കണ്ടീഷൻ? ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും അവിടെ ഇമേജ് ഉണ്ടായിരിക്കണം. ഉണ്ടാവുന്ന ഒക്കെ ഒറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓരോ എലമെന്റ്സിനും ഒറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. എല്ലാവർക്കും ഇമേജ് വേണം. ഒറ്റ ഇമേജ് വെച്ചേ പാടുള്ളൂ. എല്ലാ എലമെന്റ്സിനും ഇമേജ് വേണം.
വേണം, ഓരോ എലിമെന്റ്സിനും ഒറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ, എല്ലാവരും നിന്ന് വര പോകണം, ഒരൊറ്റ വര വെച്ചേ പോകാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. രണ്ടാമത്തെ സെറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. ഓക്കെ ആണല്ലോ. ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് സെറ്റ് പഠിച്ചോ, അങ്ങനെ തന്നെ പഠിച്ചോ. ഒന്നാമത്തെ സെറ്റിനെ കുറിച്ച് മാത്രം ചർച്ച. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. എവരി എലമെന്റ് ഇൻ എ ഹാസ് ഇമേജസ് ഇൻ ബി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും എന്തുണ്ടായിരിക്കണം, രണ്ടാമത്തെ സെറ്റിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. നോ എലമെന്റ് ഓഫ് എ ഹാസ് മോർ ദാൻ വൺ ഇമേജ് ഇൻ ബി. ഒന്നാമത്തെ സെറ്റിലെ ഓരോ എലമെന്റിനും ഒന്നിൽ കൂടുതൽ ഇമേജ് രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായല്ലോ. ഇതിന് രണ്ടിനെയും കൂടി ചേർത്ത് നമ്മൾ ഇങ്ങനെയാ പറയാം, എവരി എലമെന്റ് ഇൻ എ, ഓരോ എലമെന്റ് എവിടെയുള്ള ഓരോ ഒന്നാമത്തെ സെറ്റിലുള്ള എലമെന്റിനും ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ ബി. അതായത് ഒറ്റ യൂണീക്ക് ഒരൊറ്റ ഒരു ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ, രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് നമ്മൾ ചേർത്ത് പറയും. എവരി എലമെന്റ് ഇൻ എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ. അതിനെ തന്നെയാണ് നമ്മൾ വൺ ആൻഡ് ഓൺലി വണ്ണിനാണ് നമ്മൾ യൂണീക്ക് എന്ന് പറയാം. അതായത് ഒരു സ്പെസിഫിക് ഒറ്റ ഇമേജ്, യൂണീക്ക് ഇമേജ് ഇൻ ബി. അത് ഓരോ ഒന്നാമത്തെ സെറ്റിലുള്ള ഓരോ എലമെന്റിനും എന്തായിരിക്കണം, ആ ഒന്ന്, അതായത് ഒറ്റ യുണീക്ക് ആയിട്ടുള്ള ഒരൊറ്റ ഇമേജ് എന്താണ്ടാകാൻ പാടുള്ളൂ, രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനെക്കാട്ടിയും എനിക്ക് ഈ രണ്ടെണ്ണം വലിച്ചു നീട്ടിങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി ഉപകാരമുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത പാർട്ട് വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അത് ഉപകാരം നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് കണ്ടീഷൻ തന്നെ പഠിക്കുക. എവരി എലമെന്റ് ഇൻ എ ഹാസ് എന്താണ്, ആ ഇമേജസ് ഇൻ ബി. ആൻഡ് എന്താണ്, നോ എലമെന്റ് ഓഫ് എ ഹാസ് എന്താണ്, മോർ ദാൻ വൺ ഇമേജ് ഇൻ ബി. ഈ രണ്ട് കണ്ടീഷൻ പഠിച്ചല്ലോ. ഒന്നാമത്തെ സെറ്റിൽ എല്ലാവർക്കും ഇമേജ് ഉണ്ടായിരിക്കണം, ഒരൊറ്റ ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. കൂടാതെ അതായത് ഓരോ എലമെന്റ്സിനും ഒരൊറ്റ ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കൂടി ഒരൊറ്റ ഇമേജ് എന്നല്ല ഉദ്ദേശിച്ചത്, ഓരോ എലമെന്റിനും ഒരൊറ്റ ഇമേജ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് ഫംഗ്ഷൻ അതിന്റെ കണ്ടീഷൻ പറഞ്ഞല്ലോ. അതായത് എന്താ ഉദ്ദേശിച്ചത്, ആ എല്ലാവർക്കും ഇമേജ് ഉണ്ടായിരിക്കണം, ഓരോ എലമെന്റ്സിനും ഒറ്റ ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് എല്ലാവരും ഒന്ന് വര പോകണം, ഓരോരുത്തരും ഒറ്റ വരെ പോകാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ. നമുക്ക് ഫംഗ്ഷൻ ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ ഓഫ് എ ഫംഗ്ഷൻ ഒന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാനിവിടെ രണ്ട് റിലേഷൻസ് പരിഗണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഫംഗ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താ, അത് നമുക്ക് ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവരിൽ നിന്നും വര പോകണം. എന്താ, ഇവിടെ എല്ലാവരും വര പോയിട്ടില്ല, 3യിൽ നിന്ന് വര പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഫംഗ്ഷൻ അല്ല, റിലേഷൻ. ഡൗട്ട് ഒന്നുമില്ല, റിലേഷൻ പക്ഷെ ഫംഗ്ഷൻ അല്ല. രണ്ടാമത് ഇതിൽ നോക്കുമ്പോൾ ഇവിടെ എല്ലാവരിൽ നിന്നും വര പോയിട്ടുണ്ട്, ഒരൊറ്റ വരേ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും അവിടെ ഒരു ഇമേജ് ഉണ്ട്. കൂടാതെ എന്താണ്, എല്ലാവർക്കും ഉള്ളത് ഒരൊറ്റ വരേ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഇമേജ് അവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊരു ഫംഗ്ഷൻ. ഇതെന്താണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഇതെന്താണ്, ഇതൊരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലോ. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷന്റെ ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ എന്താ, ഒരു ഫംഗ്ഷന്റെ ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ എന്താ. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഒരു റിലേഷൻ തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഫംഗ്ഷൻ എന്ന് റിലേഷനിലേക്ക്, റിലേഷൻ എന്ന് ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ, നമുക്ക് നോക്കി നോക്കാം. സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഇങ്ങനെ കണ്ടാൽ എങ്ങനെ ഡൊമൈനും റേഞ്ച് എഴുതാൻ പറ്റും ചില ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഞാൻ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഇവിടേക്ക് മാറ്റി എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു ആ റിലേഷൻ എങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതുക. ഇപ്പൊ പറഞ്ഞുള്ളൂ എങ്ങനെയാണ്, 1ൽ നിന്ന് എയിലേക്ക് ആരോ പോയിട്ടുണ്ട്, സോ 1, a റിലേഷൻ ഉണ്ടായിരിക്കും. 2ൽ നിന്ന് ബിയിലേക്കും 2ൽ നിന്ന് സിയിലേക്കും 2, ബിയും 2, സിയും റിലേഷൻ ഉണ്ടായിരിക്കും. അടുത്തത് 4ൽ നിന്ന് ഇയിലേക്ക് പോയിട്ടുണ്ട്, സോ 4, ഇയും റിലേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇതിനെയും മാറ്റി എഴുതാണ്. മനസ്സിലായല്ലോ. that is എന്താണ്, r equal to എങ്ങനെ മാറ്റി എഴുതുക, 1ൽ നിന്ന് എയിലേക്ക് സോ 1, a, 2ൽ നിന്ന് സിയിലേക്ക് then 2, c, 3ൽ നിന്നും ഡിയിലേക്ക് then 3, d, ലാസ്റ്റ് ആയിട്ട് എവിടെ നിന്ന് 4ൽ നിന്നും ഇയിലേക്ക് then 4, e. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഉത്തരം പറയും. എന്താണ്, ആരൊക്കെയാ ഡൊമൈൻ, ആരൊക്കെയാ റേഞ്ച്, നിങ്ങൾക്ക് ഉത്തരം പറയില്ല. എങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് പെയർ ഓഫ് ദ റിലേഷൻ. റിലേഷനിലെ ഓർഡേർഡ് പെയറുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതിലെ ഫസ്റ്റ് എലമെന്റ്സ് സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാ. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ്. ആരുടെ സെറ്റ് ആണ്, ഈ ഓർഡേർഡ് പെയർസിലെ ഒന്നാമത്തെ എലമെന്റുകളായിട്ടുള്ള 1, 2, 2, 4 അഥവാ 1, 2 വീണ്ടും 2 എഴുതണല്ലോ, കാരണം സെറ്റിൽ റിപ്പീറ്റേഷൻ വേണ്ട. 2 വട്ടം 2 ഉണ്ടെങ്കിൽ ഒറ്റ വട്ടം എഴുതിയാൽ മതി. 1, 2, 2 എന്ന് 1, 2, 4 ഈ മൂന്നാളുകൾ അടങ്ങുന്ന സെറ്റ് ആണ് ആ ഒരു ഡൊമൈൻ. അപ്പൊ എന്താ റേഞ്ച്, റേഞ്ച് സിമ്പിൾ. റേഞ്ച് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് പെയർ ഓഫ് ദ റിലേഷൻ. റിലേഷന്റെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ് ഡൊമൈൻ ആണെങ്കിൽ രണ്ടാമത്തെ എലമെന്റുകളുടെ സെറ്റ് ഉണ്ടല്ലോ, എ, ബി, സി, ഇ, ഈ രണ്ടാമത്തെ എലമെന്റുകളുണ്ടല്ലോ അവരൊരു സെറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ അതാണ് റേഞ്ച്. എ, ബി, സി, ഇ, ഈ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാ. കോഡൊമൈൻ ഡൗട്ട് ഇല്ല, കോഡൊമൈൻ ഈ കേസിലും രണ്ടാമത്തെ സെറ്റാ. എയിൽ നിന്ന് ബിയിലേക്ക് റിലേഷൻ എങ്കിൽ രണ്ടാമത്തെ സെറ്റ് ബി ആണ്. സോ ബി എന്ന് പറയുന്ന മൊത്തം സെറ്റ് അഥവാ ഈ ബി എന്ന് പറഞ്ഞ സെറ്റ് ആരാണ്, സെറ്റ് ഓഫ് ഓൾ അഥവാ നമ്മളിങ്ങനെ സി ഈക്വൽ ടു സെറ്റ് ആരാണ്, എ, ബി, സി, ഡി, ഇ എന്ന് പറയുന്നത് ഈ സെറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡ് സെറ്റ് എ, ബി, സി, ഡി എന്ന് പറയുന്നത് ഈ സെറ്റ് ആണ് ബേസിക്കലി എന്ത്, കോഡൊമൈൻ. അത് ഈ കേസിലും
കോഡൊമെയിനിലും വ്യത്യാസമില്ല. ഇനി ഇവിടെ ഇതൊരു ഫംഗ്ഷൻ ആണ്, എന്തായിരിക്കും ഡൊമെയിനും റേഞ്ചും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടേക്ക് വരുമ്പോൾ ഈ ഡൊമെയിനിൽ നിന്ന് ഇവിടെ ഫംഗ്ഷന്റെ ഡൊമെയിനിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും, നമുക്ക് നോക്കിയേക്കാം. അതിനു മുന്നേ ഇതേ സാധനം നമ്മൾ ആരോ ഡയഗ്രത്തിൽ നോക്കി എങ്ങനെയാ പറയാൻ പറ്റും നോക്കിയേക്കാം. സിമ്പിൾ ആണ്. അഥവാ ഇതാണല്ലോ റിലേഷൻ, നമുക്ക് താൽക്കാലികം ആരോ ഡയഗ്രം വെച്ച് എങ്ങനെ പറയാൻ നോക്കാം. ഈ ആരോ ഡയഗ്രത്തിന്റെ ഡൊമെയിൻ എങ്ങനെയാ സിമ്പിൾ ആയിട്ട് പറയാൻ നോക്കാം. ഒന്നിൽ നിന്ന് ആരോ ഒന്നാമത്തെ സെറ്റ് പരിഗണിക്കുക. ഡൊമെയിനെ കുറിച്ച് പറയണമെങ്കിൽ ഒന്നാമത്തെ സെറ്റ് പരിഗണിക്കുക. ഒന്നിൽ നിന്ന് ആരോ പോകുന്നുണ്ട്, രണ്ടിൽ നിന്ന് ആരോ പോകുന്നുണ്ട്, നാലിൽ നിന്ന് ആരോ പോകുന്നുണ്ട്, മൂന്നിൽ നിന്ന് ആരോ പോകുന്നില്ല. അതായത് ആരിൽ നിന്നൊക്കെയോ ആരോ പോകുന്നുണ്ട് അവരുടെ സെറ്റാ. എത്ര പോകുന്നൊന്നും വേണ്ട, ആരിൽ നിന്നൊക്കെയോ ആരോ പോകുന്നുണ്ട് അവരുടെ സെറ്റ്. ഒന്നിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഇവിടെ ഈ സെറ്റിൽ ഡൊമെയിനിൽ ഒന്നുണ്ടായിരിക്കും. രണ്ടിൽ നിന്ന് രണ്ട് ആരോ പോകുന്നുണ്ട്, അപ്പൊ രണ്ടു വട്ടം ഇതേപോലെ രണ്ട് എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ വട്ടം രണ്ട് എഴുതിയാൽ മതി. രണ്ടിൽ നിന്ന് ആരോ പോകുന്നുണ്ട്, സോ രണ്ട് ഈ സെറ്റിൽ ഉണ്ടായിരിക്കും, ഡൊമെയിനിൽ ഉണ്ടായിരിക്കും. നാലിൽ നിന്ന് ആരോ പോകുന്നുണ്ട്, നാലും ഡൊമെയിനിൽ ഉണ്ടായിരിക്കും. മൂന്നിൽ നിന്ന് ആരോ പോകുന്നില്ല, സോ മൂന്ന് ഡൊമെയിനിൽ ഉണ്ടായിരിക്കില്ല. എന്ന് പറയുമ്പോൾ ആരിൽ നിന്നൊക്കെയോ പോകുന്നുണ്ട് അവരുടെ സെറ്റാണ്. ആരിൽ നിന്നൊക്കെ പോകുന്നുണ്ട്, ആ പോകുന്ന സ്ഥലത്ത് നിന്ന് സെറ്റാണ്. മനസ്സിലായല്ലോ? ആരിൽ നിന്നൊക്കെയാണ് പോകുന്നത് അവരുടെ സെറ്റ്. മനസ്സിലായല്ലോ? അപ്പൊ റേഞ്ച് എന്താ? റേഞ്ച് നോക്കണമെങ്കിൽ രണ്ടാമത്തെ സെറ്റ് പരിഗണിക്കുക. ഡൊമെയിനിന് ഒന്നാമത്തെ സെറ്റ് ആണെങ്കിൽ റേഞ്ചിന് രണ്ടാമത്തെ സെറ്റ്. ആരിലേക്കൊക്കെയോ വര എത്തുന്നുണ്ട്, ആരോ എത്തുന്നുണ്ട് അവരുടെ സെറ്റ്. എന്താ പറഞ്ഞത്? ആരിലേക്കൊക്കെയോ ആരോ എത്തുന്നുണ്ട്, എത്തുന്ന ആളുകളുടെ സെറ്റാണ് റേഞ്ച്. പോകുന്ന ആരിൽ നിന്നൊക്കെയോ പോകുന്നുണ്ട് അവരാണ് ഡൊമെയിൻ. ഇവിടെ എയിലേക്ക് എത്തുന്നുണ്ട്, ബിയിലേക്ക് എത്തുന്നുണ്ട്, സിയിലേക്ക് എത്തുന്നുണ്ട്, ഡിയിലേക്ക് എത്തുന്നില്ല, ഇയിലേക്ക് എത്തുന്നുണ്ട് പറയുമ്പോൾ എ ഉണ്ടായിരിക്കും, ബി ഉണ്ടായിരിക്കും, സി ഉണ്ടായിരിക്കും, ഡി ഉണ്ടായിരിക്കില്ല, കാരണം ഡിയിലേക്ക് ആരോ വരുന്നില്ല, ഇ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഡൊമെയിൻ റേഞ്ച് കോഡൊമെയിൻ എപ്പോഴും സെക്കൻഡ് സെറ്റ്, അതൊന്നും ഡൗട്ട് ഇല്ല. അപ്പൊ ഡൊമെയിനും റേഞ്ചും ആരോ ഡയഗ്രം നോക്കി എങ്ങനെ മനസ്സിലാക്കാം? ആരിനൊക്കെയോ പോകുന്നുണ്ട് അവരുടെ സെറ്റ് ഡൊമെയിന്, ആരിലേക്കൊക്കെ എത്തുന്നുണ്ട് അവരുടെ സെറ്റ് റേഞ്ച്. അതായത് ഡൊമെയിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്നാമത്തെ സെറ്റിലേക്ക്, റേഞ്ചിനെ കുറിച്ച് അറിയണമെങ്കിൽ രണ്ടാമത്തെ സെറ്റിലേക്ക്. ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഇതിന്റെ ഡൊമെയിൻ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിയേ. സിമ്പിൾ അല്ലേ? ഒന്നിൽ നിന്ന്, അതായത് ആരൊക്കെയായിരിക്കും ഡൊമെയിൻ ഉണ്ടായിരിക്കുക? ഒന്നാമത്തെ സെറ്റിൽ, ഈ സെറ്റിലെ ഓർഡേഡ് പേഴ്സിലെ ഒന്നാമത്തെ എലമെന്റ് ആരൊക്കെയാ? 1 2 3 4. ഈ നാലാൾക്കാരും എന്തിലുണ്ടായിരിക്കുമല്ലോ? ഡൊമെയിനിൽ ഉണ്ടായിരിക്കുമല്ലോ. 1 2 3 4. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? റേഞ്ചിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? എ സി ഡി ഇ. സെക്കൻഡ് സെറ്റ്, അതായത് ഓൾറെഡി പേരിലെ രണ്ടാമത്തെ എലമെന്റ് സെറ്റിൽ ആരൊക്കെ? രണ്ടാമത്തെ എലമെന്റ് എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. മനസ്സിലായല്ലോ? ഇവരുടെ സെറ്റ് ആണല്ലോ. ഇനി നിങ്ങൾ നോക്കി നോക്ക്, ഈ ഇവിടെ റിലേഷന്റെ ഡൊമെയിനില് ഇവിടെ ഒന്നാമത്തെ സെറ്റിൽ 3 ഉണ്ട്. ശരിയാണോ അല്ലേ? നമ്മൾ ഡൊമെയിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ സെറ്റിലല്ലേ പരിഗണിക്കുക. ഒന്നാമത്തെ സെറ്റിൽ 3 ഉണ്ട്, പക്ഷെ 3 എവിടെ ഇല്ല? ഡൊമെയിനിൽ വന്നിട്ടില്ല. എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും എന്തിൽ വരണില്ല? ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവരും ഡൊമെയിനിൽ വരണമെന്നൊന്നുമില്ല. പക്ഷെ റിലേഷനിലേക്ക് വന്നപ്പം ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എന്തിലുണ്ട്? ഈ പറയുന്ന ഡൊമെയിനുണ്ട്. നോക്കിയാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അതിന് കാരണം എന്തായിരിക്കും? അഥവാ ഈ ഡൊമെയിൻ ബേസിക്കലി ആർക്ക് ഈക്വൽ ആണ്? ഒന്നാമത്തെ സെറ്റിന് ഈക്വൽ ആണ്. ആരുടെ കേസിൽ? ഒരു ഫംഗ്ഷന്റെ കേസിൽ. ഒന്നാമത്തെ സെറ്റിന് ഈക്വൽ ആരുടെ കേസിൽ? ഒരു ഫംഗ്ഷന്റെ കേസിൽ. അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം ആ ഫംഗ്ഷന്റെ രണ്ട് കണ്ടീഷൻ തന്നെ. എന്തായിരുന്നു ആ രണ്ട് കണ്ടീഷൻ? ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യണം? ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. എന്ന് പറയുമ്പോൾ എല്ലാവരിൽ നിന്നും വര പോകണം. അത് തന്നെയാണ് സിമ്പിൾ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഒറ്റ വരേ പോകാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് അറിയാം ആരിൽ നിന്നൊക്കെയാണോ വര പോകുന്നത് അവരുടെ സെറ്റാണ് ഡൊമെയിൻ. എന്ന് പറയുമ്പോൾ ഇവിടെ ഇയാളിൽ നിന്ന് വര പോകുന്നില്ല. ഇത് റിലേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ വര പോകാം, വര പോകാതിരിക്കാം. പക്ഷെ ഫംഗ്ഷൻ ആണോ? ഒന്നാമത്തെ സെറ്റിലെ എല്ലാവരിൽ നിന്നും വര പോകും. എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സെറ്റിലെ എല്ലാവർക്കും അവിടെ ഒരു ഇമേജ് ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സെറ്റിലെ എല്ലാവരും ഡൊമെയിൻ ഉണ്ടായിരിക്കും. കാരണം എന്താ? ഡൊമെയിൻ എന്ന് പറയുന്നത് ആരിൽ നിന്നൊക്കെയോ വര പോകുന്നുണ്ട് അവരുടെ സെറ്റാ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സെറ്റിൽ നിന്ന് എല്ലാവരും നിന്നും വര പോകും. കാരണം എന്താ? അതൊരു ഫംഗ്ഷനാ. ഫംഗ്ഷൻ ആകുമ്പോഴുള്ള കണ്ടീഷൻ ആണ് ഒന്നാമത്തെ സെറ്റിലുള്ള എല്ലാവരിൽ നിന്നും വര പോകണം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സെറ്റിൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കും, ഡൊമെയിനിൽ ഉണ്ടായിരിക്കും. അതാണ് ഫംഗ്ഷന്റെയും റിലേഷന്റെയും ഡൊമെയിൻ തമ്മിലുള്ള വ്യത്യാസം. റിലേഷന്റെ ഡൊമെയിൻ ഒന്നാമത്തെ സെറ്റിന് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ആവാതിരിക്കാം. ഒന്നാമത്തെ സെറ്റിന്റെ സബ് സെറ്റ് ആയിരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഫംഗ്ഷൻ ആണോ? ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം. എന്താണ്? ഫംഗ്ഷന്റെ ഡൊമെയിൻ എപ്പോഴും ഒന്നാമത്തെ സെറ്റ് ആയിരിക്കും, കോഡൊമെയിൻ എപ്പോഴും രണ്ടാമത്തെ സെറ്റ് ആയിരിക്കും. പക്ഷെ റേഞ്ചിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? റേഞ്ചിൽ ഒരു മാറ്റമില്ല. കാരണം റേഞ്ച് നമുക്കറിയാം, രണ്ടാമത്തെ സെറ്റിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഫംഗ്ഷനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമത്തെ സെറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. രണ്ടാമത്തെ സെറ്റിനെ കുറിച്ച് വലിയ ചർച്ച
ചർച്ചകളൊന്നുമില്ല. എന്ന് പറയുമ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ആരിലേക്കൊക്കെയാണോ വര എത്തുന്നത്, ആരോ എത്തുന്നത്, അവരുടെ സെറ്റ് ആണല്ലോ. ഇത് ഫംഗ്ഷൻ ഇവിടെ ബിയിലേക്ക് എത്തുന്നില്ല, നീ വേറെ പോയി കുറെ എത്തുമ്പോൾ നമുക്ക് പല എലമെന്റ്സിലേക്ക് എത്താതാവും. അതായത് എല്ലാവരിലേക്കും എത്തണമെന്നില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും റേഞ്ച് ആർക്ക് ഈക്വൽ ആവില്ല. ഈ പറയുന്ന രണ്ടാമത്തെ സെറ്റിലുള്ള കോഡൊമെയിൻ ഈക്വൽ ആയിരിക്കില്ല. എന്നാൽ റേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആവാം, അഥവാ രണ്ടാമത്തെ സെറ്റ് ആയിട്ടുള്ള കോഡൊമെയിൻ ആണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ്, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആണ്, അഥവാ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമെയിന്റെ ഒരു ചെറിയ സെറ്റാണ്. കോഡൊമെയിനിലുള്ള ഇതാണ് ഈ മൊത്തം സെറ്റാണ് കോഡൊമെയിൻ. ഇതിലുള്ള ചില എലമെന്റ്സിനെ പെറുക്കി എഴുതിയ സെറ്റ് ആയിരിക്കും റേഞ്ച്, അതിനാണ് സബ്സെറ്റ് എന്ന് പറയുക. വലിയ സെറ്റിന്റെ ചെറിയ സെറ്റ് ആയിരിക്കും ഈ വലിയ സെറ്റായുള്ള കോഡൊമെയിന്റെ ചെറിയ സെറ്റാണ് റേഞ്ച് എന്നുള്ളത് നമ്മൾ പറയും. റേഞ്ച് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക, റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട്, ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോഡൊമെയിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇത് നമ്മൾ എവിടെയും പറഞ്ഞിട്ടുണ്ട്, റിലേഷൻ പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മനസ്സിലായല്ലോ? റേഞ്ച് ഈസ് ഓൾവേസ് സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. കാരണം നമുക്കറിയാം ഇവിടെ ഇതൊരു ഫംഗ്ഷൻ ആയിട്ടും ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും, രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഇവിടേക്ക് എത്തുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവരിലേക്കും വര എത്തുന്നു, നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് ഫംഗ്ഷൻ ആണോ, ഒന്നാമത്തെ സെറ്റിൽ നിന്ന് എല്ലാവരിൽ നിന്നും വര പോകും, ഒരൊറ്റ വരേ പോവുള്ളൂ, രണ്ടാമത്തെ സെറ്റിലേക്ക് എല്ലാവരിലേക്കും എത്തുന്നു ആരും പറഞ്ഞിട്ടില്ല. എന്ന് പറയുമ്പോൾ റേഞ്ചിനകത്ത് എല്ലാ എലമെന്റ്സും വരാതിരിക്കാം. എന്ന് പറയുമ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോഡൊമെയിന്റെ ചെറിയ സെറ്റ് ആയിരിക്കും, സബ്സെറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഡൊമെയിനെയും റേഞ്ചിനെയും കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കോഡൊമെയിൻ എപ്പോഴും രണ്ടാമത്തെ സെറ്റ് ആണ്. കോഡൊമെയിൻ കൺഫ്യൂഷൻ ആവരുത്, ഇമേജ് എന്താ പ്രീ ഇമേജ് എന്താണെന്നും കൺഫ്യൂഷൻ ആവരുത്. ഇനി നമുക്ക് ചെറിയൊരു ഫംഗ്ഷനെ കുറിച്ച് ഒരു ചെറിയൊരു കൺസെപ്റ്റും കൂടി നമുക്ക് പറയാനുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വേഗം ഈ പാർട്ട് അങ്ങ് അവസാനിപ്പിക്കാം, നോട്ടും കൂടെ തന്നിട്ട്. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ ഫംഗ്ഷനെ ഒരു മെഷീനാക്കി കൺസിഡർ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ എന്തായിരിക്കും ഫംഗ്ഷൻ, എന്തുകൊണ്ട് നമ്മൾ ഒരു മെഷീനാക്കി പരിഗണിക്കുന്നു ആദ്യം ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ നമ്മൾ അർത്ഥമായിട്ട് വെക്കുന്നത്, ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർക്കർ അല്ലെങ്കിൽ ഒരു പണിക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ നേരത്തെ കണ്ടു, നമ്മളിപ്പോ എന്ത് ചെയ്യാണ്, ഒരു ഫംഗ്ഷൻ, ഞാൻ താൽക്കാലികം നമ്മൾ എളുപ്പത്തിന് വേണ്ടി രണ്ട് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 2x x² എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ താൽക്കാലികം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷനൊക്കെ നേരത്തെ ആരോ ഡയഗ്രാം വെച്ചാണ് റെപ്രസെന്റ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, വലിയ രണ്ട് ആരോ ഡയഗ്രാം വരക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ നിന്ന് നാച്ചുറൽ നമ്പറിന്റെ സെറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഇതും നാച്ചുറൽ നമ്പറിന്റെ സെറ്റാണ്, ഇതും നാച്ചുറൽ നമ്പറിന്റെ സെറ്റാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വഴിക്ക് വരെ ഇതായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു നാച്ചുറൽ നമ്പറിന്റെ സെറ്റാണ്, ഇതും ഒരു നാച്ചുറൽ നമ്പറിന്റെ സെറ്റാണ്. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും, 1 2 3 4 5 6 എന്നിങ്ങനെ തുടങ്ങി കുറച്ച് എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും, അതിൽ ഇതുപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10 എന്നിങ്ങനെ പോകുന്ന ഇഷ്ടകണക്കിന് ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പം നാച്ചുറൽ നമ്പറിൽ ഇവിടെയും കുറെ നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കും, ഇവിടെയും കുറെ നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യാണ്, നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, എഫ് എന്ന് പേര് കൊടുക്കുകയാണ്. ആ ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നത് താൽക്കാലികം f(x = 2x) എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. അതായത് ഈ ഫംഗ്ഷൻ ഒരു പണിക്കാരനാണ്. ഇനി ഇത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഇവിടെ താൽക്കാലികം ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞ് ഇപ്പൊ നിർത്തുകയാണ്. ഞാൻ ബാക്കിയൊന്നും അതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടില്ല, എന്താണ് ഫംഗ്ഷൻ ചെയ്യുന്ന ജോലി എന്നൊന്നും. അതായത് ഇത്രയേ ഉള്ളൂ, ഇതൊരു മെഷീനാണ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ മെഷീൻ എങ്കിൽ ഇത്രയുള്ള കൺസെപ്റ്റ്. നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ഇൻപുട്ടുകളായിട്ട് കുറച്ച് നമ്പേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നമ്പർ നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള മിക്സി ഒക്കെ എന്താ ചെയ്യുക, ഗ്രൈൻഡർ ഒക്കെ എന്താ ചെയ്യുക, അത് നമുക്ക് അരച്ച് എന്ത് ചെയ്യും, ഒരു എന്തായിട്ട് പോലും ഒരു കുഴമ്പ് രൂപത്തിലൊരു സാധനം പുറത്തേക്ക് തരും ഔട്ട്പുട്ടായിട്ട്. നമുക്ക് ഇട്ട് കൊടുക്കുന്ന സാധനം ഇൻപുട്ടും പുറത്തേക്ക് കിട്ടുന്ന സാധനം ഔട്ട്പുട്ടും. ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ നമ്മളിപ്പോ അതിലേക്ക് എന്തിട്ട് കൊടുക്കാണ്, നമ്മളതിലേക്ക് വല്ല പച്ചക്കറിയോ വല്ല ക്യാരറ്റോ എന്തെങ്കിലും ഇട്ട് ജ്യൂസ് ആക്കി പുറത്തേക്ക് തരും. അതാണ് മിക്സിയുടെ പണി. ഡൗട്ട് ഒന്നുമില്ലല്ലോ? എന്നാൽ തിരിച്ച് നമ്മൾ വല്ല ഓവണൊക്കെ വെച്ചാൽ എന്താ സംഭവിക്കുക, ഇതേ സാധനം വെക്കുകയാണ്. ഇപ്പൊ നമ്മൾ താൽക്കാലികം എന്ത് ചെയ്യാണ്, ഇതേ ക്യാരറ്റ് ജ്യൂസ് കൊണ്ടുപോയിട്ട് അതിൽ വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യുക, അത് ബേക്ക് ചെയ്ത് ഒന്ന് കട്ടിയാക്കി നമുക്ക് തരും. അതായത് ഈ രണ്ട് മെഷീൻ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്, രണ്ട് മെഷീൻ ചെയ്യുന്ന പണിയും എന്താ വ്യത്യാസം തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഓഫ് കിഡ്നി എന്നൊക്കെ നമ്മൾ പറയാറില്ല, ഫംഗ്ഷൻ ഓഫ് ഹേർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പഠിക്കാറുണ്ടല്ലോ. അതായത് ജോലി, അതാണ് ഫംഗ്ഷൻ. അതായത് നമ്മൾ മെഷീൻ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ജോലി മാറും. ഇവിടെ കൊടുക്കുന്ന മെഷീന്റെ പണി എന്താണോ അതേ അത് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ?
ഏതുപോലെ മിക്സി എന്ത് ചെയ്യും അരച്ചു തരുന്നത് പോലെ, ഓവൻ എന്ത് ചെയ്ത് ബേക്ക് ചെയ്ത് തരുന്ന പോലെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും നമ്പറിനെ ഡബിൾ ആക്കി തരാനാവും, ചിലപ്പം നമ്പറിന്റെ സ്ക്വയർ എടുത്തു തരാനാവും, ചിലപ്പം നമ്പറിന്റെ ക്യൂബ് എടുത്തു തരാനാവും, ചിലപ്പം ഇതിന്റെ ഉള്ള സൈനിന്റെ ആ നമ്പറിന്റെ സൈൻ വാല്യൂ എടുത്തു തരാനാവും. അതാണ് നമ്മൾ ഫംഗ്ഷൻസിന് കൊടുക്കുന്ന വാല്യൂ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പോലെയല്ല ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്പറുമല എന്തെങ്കിലും എന്ത് ചെയ്യുള്ളൂ, ഫംഗ്ഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് നമ്പറുമ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ബേസിക്കലി ഫംഗ്ഷൻ എന്താ, ഒരു ജോലിക്കാരനാ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറെ നമ്പറുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ ജോലി എന്താണോ ചിലപ്പോൾ ഡബിൾ ആക്കും. ഇതുപോലെ 2x പോലെ എക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡബിൾ ആക്കി തരും, അതാണ് ഫംഗ്ഷൻ ജോലി. അല്ലെങ്കിൽ അതിനെ സ്ക്വയർ ആക്കി തരും, എക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ആക്കി പുറത്തേക്ക് തരും. അപ്പൊ ഇവിടെ ഇട്ട് കൊടുക്കുന്ന നമ്പറിനെ ഈ പണിക്കാരൻ പണി എടുത്തിട്ട് പുറത്തേക്ക് ഒരു ഔട്ട്പുട്ട് ആയിട്ട് തരും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു ആരോ ഡയഗ്രത്തിന് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. സിമ്പിൾ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ തരാൻ പോവാണ് എന്തുകൊണ്ടാണ് നമ്മൾ മെഷീനാക്കി പരിഗണിക്കുന്നത്. നോക്കി നോക്കാം. ഞാൻ ഇൻപുട്ടുകളായിട്ട് കുറച്ച് നമ്പർ ഇട്ട് കൊടുക്കുകയാണ്. 1 2 3 4 എന്നീ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഔട്ട്പുട്ട് ആയിട്ട് എന്താ കിട്ടുക എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ജോലി അസൈൻ ചെയ്യണ്ടേ. ജോലിക്കാരനെ വെച്ചാലല്ലേ അവൻ ജോലി എടുക്കുള്ളൂ. ഞാൻ കൊടുക്കുന്ന പണി നീ എന്ത് ചെയ്യണം, ഇവിടെ ഇട്ട് കൊടുക്കുന്ന ഇൻപുട്ട് ആയിട്ടുള്ള എക്സ് ജനറൽ ആയിട്ട് നമ്മൾ പറയും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് കൊടുക്കുന്ന ഇൻപുട്ടിനെ ഡബിൾ ആക്കണം. ഞാൻ തൽക്കാലം ഇങ്ങനത്തെ ഡബിൾ ആക്കണം എന്ന് എഴുതുകയാണ്. ഡബിൾ ആക്കണം. എന്താ സംഭവിക്കുക ഡബിൾ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആയിട്ട് നമ്മൾ 1 ഇട്ട് കൊടുത്തു. ഫംഗ്ഷൻ എന്ത് ചെയ്യും, 1ന്റെ ഡബിൾ എന്താ 1 into 2 അതായത് 2 ആക്കി തരും. മനസ്സിലായല്ലോ. 2നെ എന്ത് ചെയ്യും ഡബിൾ ആക്കും. ഡബിൾ ആക്കി എന്താ സംഭവിക്കുക, 2ന്റെ ഡബിൾ 4. മനസ്സിലായല്ലോ. 3നെ ഡബിൾ ആക്കും. ഡബിൾ ആക്കി എന്താ സംഭവിക്കുക, 3ന്റെ ഡബിൾ അത് എത്രയാണ് 6. അടുത്തത് ഈ പറഞ്ഞ 4നെ ഡബിൾ ആക്കിയാൽ അത് 8. ഇതാണല്ലോ ഈ പണിക്കാരൻ ചെയ്യുക. അതായത് ഞാൻ ജോലി എന്താ കൊടുത്ത അയാൾക്ക്, നീ അതിനെ ഡബിൾ ആക്ക്. അഥവാ ഈ ഫംഗ്ഷന്റെ പണി എന്താ ഡബിൾ ആക്കല്. ഏത് ഇൻപുട്ടിനെ കൊടുത്താലും അതെന്താക്കി തരും, ഡബിൾ ആക്കി തരും. മനസ്സിലായല്ലോ. അതാണ് ഫംഗ്ഷന്റെ പണി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഞാൻ ഏതെങ്കിലും ഒക്കെ ഒരു ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാൽ സെയിം, അതായത് ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് തരും. ഈ ഒന്നിന് തന്നെ ഇതാണല്ലോ ഇൻപുട്ട്. ഒന്നെന്ന് പറയുന്ന ഇൻപുട്ടിന് ഡബിൾ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന വാല്യൂ മാത്രമല്ലേ തരുള്ളൂ. അതായത് ഒന്നിന് ഒരൊറ്റ ഔട്ട്പുട്ട് അല്ലേ തരുള്ളൂ, 2നും ഒരൊറ്റ ഔട്ട്പുട്ട് അല്ലേ തരുള്ളൂ, 3നും ഒരൊറ്റ ഔട്ട്പുട്ട് അല്ലേ തരുള്ളൂ. എപ്പോഴെങ്കിലും ഈ ഫംഗ്ഷൻ നിങ്ങൾ ഒരു സാധനം ഇട്ട് കൊടുത്താൽ 2 സാധനമാക്കി പുറത്തേക്ക് തരുമോ? ഇല്ല. ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് നൽകുന്ന ഒരു പ്രത്യേക മെഷീനാണ് നമ്മുടെ ഫംഗ്ഷൻ. കൂടാതെ മെഷീൻ മാറിയാൽ ഔട്ട്പുട്ട് മാറും. എന്തുകൊണ്ടായിരിക്കും ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് എന്ന് പറയാൻ കാരണം, അത് നമ്മുടെ ഫംഗ്ഷന്റെ കണ്ടീഷൻ തന്നെ. എന്തായിരുന്നു ഫംഗ്ഷന്റെ കണ്ടീഷൻ? എല്ലാവർക്കും ഒരൊറ്റ ഇമേജേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെറ്റിനെ നമ്മൾ എപ്പോഴും എന്താക്കിയിട്ട് എടുക്കുക, നമ്മൾ ഈ ഒരു കൺസിഡർ ചെയ്താൽ നേരത്തെ പറഞ്ഞ ഓരോ റിലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറെ റിലേഷൻ ഇങ്ങനെ 1 2 3 ABs എന്നൊക്കെ പറഞ്ഞില്ലേ, ഏത് റിലേഷൻ എടുത്താലും നമ്മൾ ഒന്നാമത്തെ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് ആക്കിയിട്ടും രണ്ടാമത്തെ സെറ്റിനെ ഔട്ട്പുട്ട് ആക്കിയിട്ടുമാണ് നമ്മൾ എപ്പോഴും പരിഗണിക്കുക. എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെയുള്ള എല്ലാവർക്കും അവിടെ ഒരു ഇമേജ് വേണം, ഒരൊറ്റ ഇമേജേ പാടുള്ളൂ. അഥവാ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ ഇൻപുട്ടിനും ഇമേജ് എന്ന് മാറ്റി ഔട്ട്പുട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഒരൊറ്റ എന്ത് വേണമെന്നല്ല പറഞ്ഞു, 1 and only 1 ഇമേജ് എന്നല്ലേ പറഞ്ഞത്. 1 and only 1 ഇമേജ് എന്നല്ലേ നമ്മൾ ആരുടെ കണ്ടീഷൻ, ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ. അഥവാ ഇവിടെ ഇമേജ് ആണ് സെക്കൻഡ് സെറ്റിനെ സൂചിപ്പിക്കുന്നത്. അതിന് വരെ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 1 and only 1 ഔട്ട്പുട്ട് നൽകുന്ന ഇമേജ് തന്നെയാണ് ഇവിടെ നമ്മൾ മെഷീൻ ആക്കി പരിഗണിക്കുമ്പോൾ ഔട്ട്പുട്ട്. ഒരൊറ്റ ഇൻപുട്ടിന് ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രം നൽകുന്ന ഒരു മെഷീനാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ മെഷീൻ മാറിയാൽ, ജോലിക്കാരൻ മാറിയാൽ കിട്ടുന്ന ഔട്ട്പുട്ട് മാറില്ലേ. ഞാൻ ഇതേ ഇൻപുട്ട് ഞാൻ വേറൊരു പണി കൊടുക്കാം, നിങ്ങൾ നോക്കിക്കോ. സെക്കൻഡ് ഇത് ഒന്നാമത്തെ ഔട്ട്പുട്ടാണ്, ഞാൻ വേറെ ഔട്ട്പുട്ട് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ആയിട്ട് ഞാൻ അവിടെ വേറെ ഔട്ട്പുട്ട് കൊടുക്കുക, കാരണം ഞാൻ അവിടെ ഫംഗ്ഷൻ മാറ്റിയാണ്. ഫംഗ്ഷൻ ഇപ്പൊ ഡബിൾ ആക്കാൻ പറഞ്ഞപ്പോൾ ഔട്ട്പുട്ട് അല്ലേ ഇത്. ഞാൻ ഇവരോട് പറയാണ് രണ്ടാമത്തെ പണി ഞാൻ കൊടുക്കുന്നത് ഇതായിരുന്നു ഒന്നാമത്തെ പണി. ഞാൻ ഇതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ മറ്റൊരു പണി കൊടുക്കാം. അപ്പൊ ഈ പണിക്ക് കിട്ടിയ ഈ പണിക്കാരൻ ചെയ്ത ഔട്ട്പുട്ടുകളാണ് ഞാൻ മറ്റൊരു പണിക്കാരനെ വിളിച്ചിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്തോ, സ്ക്വയർ ആക്കിക്കോ, സ്ക്വയർ ചെയ്തോ. നിന്റെ പണി എന്താ, നീ ഞാൻ തരുന്ന ഇൻപുട്ടിനൊക്കെ സ്ക്വയർ ചെയ്തോ. അപ്പൊ ഈ പണിക്കാരൻ എന്ത് ചെയ്യും, ഒന്നിനെ സ്ക്വയർ ചെയ്യും, എന്ത് കിട്ടും, 1 കിട്ടും. 2നെ സ്ക്വയർ ചെയ്യും, എന്ത് കിട്ടും, 4 കിട്ടും. 3നെ സ്ക്വയർ ചെയ്യും, 6. 3നെ സ്ക്വയർ ചെയ്യും, 9 കിട്ടും. അടുത്ത എന്ത് കിട്ടും, 4നെ സ്ക്വയർ ചെയ്യും, 16 കിട്ടും. അതായത് ഇവിടെ കിട്ടിയ ഔട്ട്പുട്ടുകളാണോ ഇവിടെ കിട്ടിയത്? അല്ല. എന്ന് പറയുമ്പോൾ മെഷീൻ മാറിയാൽ ഔട്ട്പുട്ട് മാറും, പക്ഷെ കൊടുത്ത ഇൻപുട്ട് എല്ലാം സെയിം അല്ലേ. ഇതേ ഇൻപുട്ടിനല്ലേ ഇവിടെയും കൊടുത്തത്, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇൻപുട്ട് സെയിം ആണ്, പക്ഷെ മെഷീൻ മാറിയാൽ ഔട്ട്പുട്ട് എന്തായാലും മാറും. അതാണ് പണിക്കാരൻ മാറിയാൽ എന്ത് ചെയ്യും, കിട്ടുന്ന ഔട്ട്പുട്ട് സാധനം മാറും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇതാണ് ഫംഗ്ഷൻ ആസ് എ മെഷീൻ. മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് നിങ്ങളോട് പറയാണ്, ഞാനൊരു എക്സ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിനെ കൊടുത്താല്, എക്സ് എന്ന് പറയുന്ന ഞാനൊരു ഇൻപുട്ട് പോലെ ഇട്ട് കൊടുത്താല് ഈ എഫ് എന്ന് പറയുന്ന ഏതോ ഒരു ഫംഗ്ഷൻ എന്താക്കി തരാണ്, എനിക്ക്
ഒരു വൈനെ തരികയാണ് എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുന്നത്? നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ പറയുക, ഇൻപുട്ട് ആയിട്ട് നമ്മളൊരു സ്മോൾ എക്സിന് കൊടുക്കുകയാണ്. ഈ ജനറൽ ആയിട്ടുള്ള ഏതോ ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കതിൽ ഒരു വൈനെ തരികയാണ്. നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. രണ്ട് ആരോ ഡയഗ്രാം വരക്കുക. എന്നിട്ട് ഇതിനെ ഒന്നാമത്തെ സെറ്റ് എ എന്നും രണ്ടാമത്തെ സെറ്റ് ബി എന്നും പരിഗണിക്കുക. ഇവിടുന്ന് ഇവിടേക്ക് ഒരു ഫംഗ്ഷൻ സ്മോൾ എഫ് ഉണ്ട്. ഈ ഒന്നാമത്തെ സെറ്റിലെ എലമെന്റ് നമുക്കറിയാം, ഇൻപുട്ട് ആയിട്ട് എപ്പോഴും ഒന്നാമത്തെ സെറ്റിലെ എലമെന്റാ കൊടുക്കുക. ഞാൻ ഇതിനെ എ എന്ന് പറഞ്ഞ സെറ്റ്, ഇതിനെ ബി എന്ന് പറഞ്ഞ സെറ്റ് പരിഗണിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ സെറ്റിലെ എലമെന്റിന് ഞാൻ എക്സ് എന്ന് കൊടുക്കാണ്. രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ് ആണ് ഒരു വൈ, അഥവാ ഈ എക്സിന്റെ മേലെ എഫ് പണിയെടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആരെ കിട്ടും? വൈനെ കിട്ടുകയല്ലേ ചെയ്യുന്നത്. അഥവാ ഈ എഫ് എക്സിന് എന്താ ചെയ്യുന്നത്? ഈ എഫ് എന്ന് പറയുന്ന പണിക്കാരൻ എക്സിനെ വൈ ആക്കി മാറ്റല്ലേ ചെയ്യുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആരോ ഇടും. അഥവാ എക്സിന്റെ ഇമേജ് ആണ് വൈ, വൈന്റെ പ്രീ ഇമേജ് ആണ് എക്സ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അഥവാ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സിനെ വൈയിലേക്ക് മാപ്പ് ചെയ്താൽ, ഇങ്ങനെ വരക്കുന്നതിന് പറഞ്ഞ പേര് മാപ്പിംഗ്, അതുകൊണ്ട് അതിന്റെ ഫംഗ്ഷൻ വിളിച്ചത്. മാപ്പ് ചെയ്താൽ എക്സ് വൈയിലേക്ക് മാപ്പ് ചെയ്യാണ് ആര്? ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എക്സിന്റെ ഇമേജ് ആണ് വൈ, വൈയുടെ പ്രീ ഇമേജ് ആണ് എക്സ്. കൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഫംഗ്ഷൻ ഈ എക്സിന്റെ മേലെ പണി എടുത്തപ്പോഴല്ലേ വൈ കിട്ടിയത്. അഥവാ ഫംഗ്ഷന്റെ അകത്ത് ഫംഗ്ഷൻ ആ എക്സിന് അതിന്റെ അകത്ത് എന്തോ ചെയ്തപ്പോഴല്ലേ വൈ കിട്ടിയത്. സോ വൈനെ നമ്മൾ മറ്റൊരു കിടിലം പേര് കൂടെ വിളിക്കും. ഇത് കൊടുത്തുള്ളത് എനിക്ക് തോന്നുന്നു ലിയനാർഡോ ഓയിലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇങ്ങനെ വിളിക്കാൻ കാരണം. അതായത് എക്സിന്റെ അകത്ത് എഫ് കയറി എന്തോ പണിയെടുക്കുമ്പോൾ വൈനെ കിട്ടുകയാണ്. ജനറൽ ആയിട്ട് നമ്മൾ ജനറൽ സൂചിപ്പിക്കലാണ്. ഇതാണ് ഇതിന്റെ ജനറൽ മെത്തേഡ്. ജനറൽ നമ്മളൊരു ഫംഗ്ഷൻ സൂചിപ്പിക്കൽ ഇങ്ങനെയാണ്. ഒരു സെറ്റിൽ എക്സിനെയും ഒരു സെറ്റിൽ വൈനെ എടുക്കും. ഒരു ഫംഗ്ഷൻ എഫ് എന്ന് കൊടുത്താൽ ഇതിനെ ഇയാൾ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യിപ്പിക്കുകയാണ്. എന്ത് കാരണം? ഒരു ഇതിലെ പോലെ ഈ വണ്ണിന്റെ ഡബിൾ ചെയ്തപ്പോ 2 കിട്ടിയ പോലെ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ ഫംഗ്ഷന്റെ പണി എന്തായിരുന്നു? ഇത് 1, ഈ ഫംഗ്ഷൻ നമ്മളിവിടെ കൊടുക്കുന്ന പണിക്കാരൻ ഡബിൾ ആക്കുക, 2x എടുക്കുക, ഡബിൾ ആക്കുക എന്നുള്ള. 1ന്റെ ഡബിൾ 2 ആണ്. അപ്പൊ 1നെ ഇങ്ങനെ 2ലേക്ക് നമ്മൾ ആരോ ഇട്ട് കൊടുക്കുക. 2ന്റെ ഡബിൾ 4 ആണ്, 2ൽ നിന്ന് 4ലേക്ക് ആരോ ഇട്ട് കൊടുക്കുക. 3യുടെ ഡബിൾ 6 ആണ്, 3ൽ നിന്ന് 6ലേക്ക് ആരോ ഇട്ട് കൊടുക്കുക. 4ന്റെ ഡബിൾ 8 ആണ്, 4ൽ നിന്ന് എവിടേക്ക് ആരോ ഇട്ട് കൊടുക്കുക? 8ലേക്ക് ആരോ ഇട്ട് കൊടുക്കുക. 5ന്റെ ഡബിൾ 10 ആണ്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആരോ ഇട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെ ആരോ ഇടാം. അതായത് നിങ്ങൾ ഇത്ര ചെയ്യുന്നുള്ളൂ. ഒന്നിനെ ഈ എഫ് ചെയ്യുന്ന എന്താ? ഒന്നിനെ എഫ് ഡബിൾ ആക്കുന്നു. അപ്പൊ ഒന്നിന്റെ ഡബിൾ എന്താണ്? 2 ആണ്. സോ നേരെ അവിടെ കൊണ്ടുപോയിട്ട് മാപ്പ് ചെയ്യുന്നു. 1ൽ നിന്ന് 2ലേക്ക് ആരോ വരക്കുന്നു. ഇങ്ങനെ ആരോ വരയ്ക്കൽ എങ്ങനെയാണ് ഇപ്പൊ മനസ്സിലായല്ലോ. അതായത് എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ ആരോ വരച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് ഫംഗ്ഷൻസ് പണി ചെയ്യും. എന്ത്? ഒന്നിനെ പിടിച്ച് ഡബിൾ ആക്കി അവിടെ കൊണ്ടുപോയി മാപ്പ് ചെയ്യിപ്പിക്കും. എന്ത് ചെയ്യും? ഒന്നിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു, ഫംഗ്ഷൻ 2ലേക്ക് തട്ടുന്നു. അപ്പൊ എന്ത് ചെയ്യും? 2നെ ഇട്ട് കൊടുക്കുന്നു, ഫംഗ്ഷൻ 4ലേക്ക് തട്ടുന്നു. 3നെ ഇട്ട് കൊടുക്കുന്നു, ഫംഗ്ഷൻ 6ലേക്ക് തട്ടുന്നു. അപ്പൊ നമ്മൾ അതിനെങ്ങനെ ആരോ വെച്ച് സൂചിപ്പിക്കും. അതേ പരിപാടിയാണ് ഇവിടെ. എക്സിന് ഇട്ട് കൊടുക്കുന്നു, ഫംഗ്ഷൻ വൈയിലേക്ക് തട്ടുന്നു. എന്ന് പറയുമ്പോ ഈ ഫംഗ്ഷൻ എക്സിന്റെ മേലെ എന്തോ പണിയെടുത്തപ്പോഴല്ലേ വൈ കിട്ടിയത്. സോ വൈനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക എഫ് ഓഫ് എക്സ് എന്ന ജനറൽ ആയിട്ട് സൂചിപ്പിക്കുക. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എപ്പോഴും നിങ്ങൾ പഠിച്ചിരിക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഉണ്ടല്ലോ, അത് ആര് തന്നെയാണ്? വൈ ഈക്വൽ ടു 2x തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, അത് ആര് തന്നെയാണ്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നെയാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ എക്സിന്റെ മേലെ എഫ് എന്തോ പണിട്ടപ്പോഴാണ് ജനറൽ ആയിട്ട് വൈ കിട്ടിയത്. സോ എഫ് ഓഫ് എക്സിന് നമ്മൾ വൈ എന്നും കൂടെ സൂചിപ്പിക്കും. ഇനി അപ്പൊ നമുക്ക് ഇവിടെ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി ഒരു ടേം കൂടി നിങ്ങൾക്ക് പഠിക്കാണ്ട്, റിയൽ ഫംഗ്ഷൻസ്. എന്താണ് റിയൽ ഫംഗ്ഷൻസ്? നമ്മൾ റിലേഷൻ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ആയിട്ട് എക്സാമ്പിൾ ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ സെറ്റ് ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൽ നിന്ന് എല്ലിലേക്ക്, പിന്നെ ഒന്ന് ആർ ഫ്രം ഒരു ട്രയാങ്കിൾ, സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് നിന്ന് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർ ഫ്രം ഞാൻ ബുക്സ് ഇൻ ദ ലൈബ്രറി, അഥവാ എല്ലിൽ നിന്ന് എല്ലിലേക്ക് ഞാൻ എന്ത് ചെയ്തു? അതായത് ബുക്സ് ഇൻ ദ ലൈബ്രറി ബിയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ റിലേഷൻ ഏതൊരു ഒബ്ജക്റ്റിൽ നിന്നും മറ്റൊരു വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് ആവാം. ചിലപ്പോൾ നമ്പറിൽ നിന്ന് മനുഷ്യന്മാരിലേക്കാവാം, നമ്പറിൽ നിന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങളിലേക്കാവാം, അല്ലെങ്കിൽ ട്രയാങ്കിളിൽ നിന്ന് ലൈൻസിലേക്കാവാം, ലൈൻസിലുള്ള ട്രയാങ്കിളിലേക്കാവാം. എപ്പോഴും ഒരിക്കലും നമ്പറിൽ നിന്ന് നമ്പറിലേക്ക് ആകണമെന്നില്ല. പക്ഷെ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു നമ്പർ ആയിരിക്കും ഇൻപുട്ട്, ഔട്ട്പുട്ടും നമ്പർ ആയിരിക്കും ഇൻപുട്ട്, നമ്പർ ആയിരിക്കും ഔട്ട്പുട്ട്. അഥവാ ഇൻപുട്ടും നമ്പറാണ്, ഔട്ട്പുട്ട്
ഔട്ട്പുട്ട് നമ്പർ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് റിയൽ ഫങ്ഷൻസ്. ഇൻപുട്ട് നമ്പറിൽ നിന്ന് നമ്പറിലേക്കുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ആ റിയൽ ഫങ്ഷൻസ്. ട്രയാങ്കിളിൽ നിന്ന് ട്രയാങ്കിളിലെ, ലൈൻസിൽ നിന്ന് ലൈൻസിലേക്ക്, അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉണ്ടാവില്ല. നമ്പറിൽ നിന്ന് നമ്പറിലേക്ക് അഥവാ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കോ അഥവാ സബ്സെറ്റ് റിയൽ നമ്പറുകളുടെ സബ്സെറ്റുകളിൽ നിന്ന് സബ്സെറ്റുകളിലേക്കോ ആയിരിക്കും എന്തുണ്ടായിരിക്കുക ഈ പറയുന്ന. നിങ്ങൾ വലുതായിട്ടൊന്നും മനസ്സിലാക്കേണ്ട, നമ്പറിൽ നിന്ന് നമ്പറിലേക്ക് പോകുന്ന ഫങ്ഷൻസ് ആണെന്ത് ഈ പറയുന്ന റിയൽ ഫങ്ഷൻസ്. അഥവാ നമ്പർ ഇട്ട് കൊടുത്ത് നമ്പർ പുറത്തേക്ക് വരുന്ന ഇതുപോലത്തെ നമ്പർ ഇൻപുട്ടിന് നമ്പർ ഔട്ട്പുട്ട് കിട്ടുന്ന ഇതുപോലത്തെ ഫങ്ഷൻ ആണെന്ത് റിയൽ ഫങ്ഷൻസ്. നമ്പർ ഇൻപുട്ടിന് നമ്പർ ഔട്ട്പുട്ട്. എന്താ റിയൽ ഫങ്ഷൻസ്? നമ്പർ ഇൻപുട്ടിന് നമ്പർ ഔട്ട്പുട്ട്, നമ്പർ ഇൻപുട്ടിന് നമ്പർ ഔട്ട്പുട്ട് കിട്ടുന്ന ഫങ്ഷൻസ് ആണെന്ത് റിയൽ ഫങ്ഷൻസ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അഥവാ നമ്മൾ ഇനി ഒന്നുകൂടെ മാത്തമാറ്റിക്സിന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ, ഇതിപ്പോ നമ്മൾ മെഷീന്റെ ഭാഷയിലാണ് പറയുന്നത്. നമ്പർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ മെഷീനാണുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. അഥവാ ഇൻപുട്ട് നമ്മൾ ഒന്നാമത്തെ സെറ്റിലല്ലേ കൊടുക്കുക, ഔട്ട്പുട്ട് രണ്ടാമത്തെ സെറ്റിലല്ലേ കൊടുക്കുക. അഥവാ ഈ ഒന്നാമത്തെ സെറ്റ് ആരാണ്? ഞാനിപ്പോ ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ സെറ്റ് ആര് തന്നെയാണ്? ഫംഗ്ഷന്റെ ഡൊമൈൻ തന്നെയാണ്. അപ്പൊ എനിക്ക് ഇതിനെ ഡൊമൈൻ എന്ന് മാർക്ക് ചെയ്യാം. അടുത്ത രണ്ടാമത്തെ സെറ്റ് ആരാണ്? റേഞ്ച് അല്ല, കോഡൊമൈൻ ആണ്. അഥവാ നമുക്കിതിനെ എന്ത് പറയാം? നമ്പർ ഇൻപുട്ട് അല്ല, ഡൊമൈൻ നമ്പർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ച്, റിയൽ ഫംഗ്ഷൻസിനെ കുറിച്ച് മാത്തമാറ്റിക്സിന്റെ ഭാഷ പറയുമ്പോൾ ഡൊമൈനും നമ്പർ ആയിരിക്കും. ഇനി കിട്ടുന്ന ഔട്ട്പുട്ട് നിങ്ങളൊന്ന് പറഞ്ഞ്, ഇതിലുള്ള ഈ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവരെയും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് ആരുടെയെങ്കിലും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നുണ്ടോ? അഥവാ ഏതെങ്കിലും നമ്പറിന്റെ ഡബിൾ ആണോ 3 ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നില്ല. 1ലേക്ക് ആരോ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 1 ആരുടെയും ഔട്ട്പുട്ട് അല്ല. 5ലേക്കും 7ലേക്കും 9ലേക്കും ആരോ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരൊന്നും ഔട്ട്പുട്ടുകളല്ല. അഥവാ വര എത്തുന്ന ആളുകൾ മാത്രമാണ് ഔട്ട്പുട്ട്. 2ലേക്കും 4ലേക്കും 6ലേക്കും 8ലേക്കും 10ലേക്കും വര എത്തുന്നതുകൊണ്ട് അതൊക്കെ ഔട്ട്പുട്ടുകളാണ്. ഈ വര എത്തുന്ന സെറ്റുകൾ നമ്മൾ എന്തോന്ന് വിളിക്കല്ലോ? ആരെത്തുന്ന റേഞ്ച്. അഥവാ ഡൊമൈനും നമ്പർ ആയിരിക്കും ആൻഡ് റേഞ്ചും നമ്പർ ആയിരിക്കും. അഥവാ റേഞ്ച് വരുന്ന ബേസിക്കലി കോഡൊമൈൻ നമ്പർ ആയിരിക്കും എന്ന് പറയാം. എന്നാൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡൊമൈനും നമ്പർ, റേഞ്ച് നമ്പർ, അല്ലെങ്കിൽ ഡൊമൈനും നമ്പർ, കോഡൊമൈൻ നമ്പർ, ഇൻപുട്ട് നമ്പർ, ഔട്ട്പുട്ട് നമ്പർ. മെഷീൻ വെച്ച് പറയാം, അല്ലെങ്കിൽ ജനറൽ വെച്ച് പറയാം, മാത്തമാറ്റിക്സ് വെച്ച് പറയാം. എങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ തലയുന്നാൽ മതി. നമ്പറിൽ നിന്ന് നമ്പറിലേക്ക് കിട്ടുന്നത് നമ്പർ, ഇട്ട് കൊടുക്കുന്ന നമ്പർ, കിട്ടുന്ന നമ്പർ. മനസ്സിലായല്ലോ? ഇതാണ് ബേസിക്കലി ഈ ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു ഫംഗ്ഷന്റെ. അപ്പം മൊത്തം കാര്യങ്ങൾ എല്ലാ +1 പഠിച്ചതും പഠിക്കാത്തതും എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫംഗ്ഷൻ നമ്മൾ മെഷീനാക്കി പരിഗണിക്കുമ്പോഴുള്ള ഉപകാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഐഡിയകൾ പെട്ടെന്ന് കിട്ടും. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു, ഇയാൾ സ്ക്വയർ ചെയ്യുന്നു, ഇപ്പുറത്ത് തരുന്നു. സോ നമ്മൾ ആരോ ഡയഗ്രാം വെച്ച് വരക്കുമ്പോൾ ഇവിടുത്തെ നമ്പറിൽ നിന്ന് ആരോ ഇവിടെ ഔട്ട്പുട്ടിലേക്ക്, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ആരോ വരച്ചാൽ ഈ സാധനം ആരോ ഡയഗ്രത്തിലേക്ക് മാറി എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഈ മൊത്തം ബോക്സിനെ ആരോ ഡയഗ്രത്തിലേക്ക് എങ്ങനെ മാറ്റുക? ജസ്റ്റ് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഒരു വര വരയ്ക്കുക. 1ൽ നിന്ന് 2ലേക്ക് വര വരയ്ക്കുക. 1ൽ നിന്ന് 2ലേക്ക് വര വരച്ചാൽ ഇങ്ങനെ വരകൾ വെച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ആരോ ഡയഗ്രത്തിന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. മെഷീൻ വെച്ച് പഠിച്ച കൺസെപ്റ്റിനെ നമ്മൾ നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ആരോ ഡയഗ്രത്തിലേക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് വരട്ട് കൊടുത്താൽ മതി. ഫംഗ്ഷൻ ഒരു പണിക്കാരനാണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഒന്നാമത്തെ സെറ്റിൽ എക്സ് ഉണ്ട്, രണ്ടാമത്തെ സെറ്റിൽ വൈ ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എഫ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ സെറ്റ് ഡൊമൈൻ ആയിരിക്കും അറിയാലോ, രണ്ടാമത്തെ സെറ്റ് കോഡൊമൈൻ ആയിരിക്കും അറിയാലോ. ഈ വൈ എങ്ങനെ എഫ് ഓഫ് എക്സ് ആയി മനസ്സിലായല്ലോ. എല്ലാം മനസ്സിലാക്കി. ഇനി നമുക്ക് എപ്പോൾ എഫ് ഓഫ് എക്സ് കണ്ടാലും അതിന് ആരെ വിളിക്കാം? വൈ എന്ന് വിളിക്കാം. എന്താ റിയൽ ഫംഗ്ഷൻസ് എന്ന് മനസ്സിലായല്ലോ. നമ്പർ ഇട്ട് കൊടുത്ത് നമ്പർ പുറത്തേക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് ആര്? റിയൽ ഫംഗ്ഷൻസ്. സോ നോട്ട് കൂടി തന്ന പരിപാടി അവസാനിപ്പിക്കാം. ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിവിടെ കുറെ ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ +1 മെത്തേഡ് പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു ഗ്രാഫ് കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതൊരു ഫംഗ്ഷന്റെ ഗ്രാഫ് ആണോ അല്ലെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. സിമ്പിൾ ആണ് കൺസെപ്റ്റ്. ആ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലാക്കി വെക്കുക. വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. ഓക്കെ ആണല്ലോ. എന്താ വെർട്ടിക്കൽ ലൈന്? വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് വെർട്ടിക്കൽ ലൈന്. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു മെഷീൻ വെച്ച് ആലോചിച്ചാൽ മതി. ഫംഗ്ഷൻ ഒരു മെഷീൻ ആക്കി പരിഗണിച്ചാൽ എന്താണ് മെഷീന്റെ പ്രത്യേകത? ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് അല്ലേടാ. എന്താ പറയുന്നത്? ഒരു ഇൻപുട്ടിന്
ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് അല്ലേ നമ്മുടെ മെഷീന്റെ പരിപാടി, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇവിടെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ആരായിട്ട് കൊടുക്കുക, ഒന്നാമത്തെ സെറ്റിലെ എലമെന്റ് അല്ലേ, അതായത് ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എക്സ് അല്ലേ. സോ ഇത്ര പറയാ, ഒരു എക്സിന് ആരാണ് രണ്ടാമത്തെ സെറ്റിലെ ആരോ എത്തുന്ന എലമെന്റ് ആരാ, വൈ, അതാണല്ലോ ഔട്ട്പുട്ട്. ആരോ എത്തുന്നത് തന്നെ കേട്ടോ. അപ്പൊ ഒരു ഇൻപുട്ടിന് അല്ല ഒരു എക്സിന് ഒരു വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സിന്റെ ഭാഷയിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഒരു എക്സിന് ഒരു വൈ. നമ്മൾ മെഷീൻ ആക്കി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നതിനെ മാത്തമാറ്റിക്സിൽ ഒരു എക്സിന് ഒരു വൈ എന്ന് പറഞ്ഞൂടെ. അത് തന്നെയാണ് ഇവിടെയും ചെക്ക് ചെയ്യുന്നത്. ഞാൻ എന്തെന്നറിയോ, ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇതിന്റെ താൽക്കാലികം ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പേര് വിളിക്കുകയാണ്. ഈ എഫ് ഓഫ് എക്സ് ആര് തന്നെയാണ്, വൈ തന്നെ. അപ്പൊ ഞാൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പേര് വിളിക്കുകയാണ്. വെറുതെ എനിക്കറിയാം ഏതാ ഫംഗ്ഷൻ, താൽക്കാലികം നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല പ്ലസ് വണ്ണിൽ. നമ്മുടെ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫാണ്, ഇത് സർക്കിളിന്റെ ഗ്രാഫാണ്, ഇത് വൈ ഈക്വൽ ടു സൈൻ എക്സിന്റെ ഗ്രാഫ്, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കാം. ഇത് നമ്മുടെ പാരബോളയുടെ ഗ്രാഫാണ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ജനറലി പേര് കൊടുക്കുക. ഞാൻ പ്ലസ് വണ്ണിന് പഠിപ്പിക്കുന്ന ഓർമ്മയിൽ പോയതാണ്, ക്ഷമിക്കാം. അപ്പോ ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ ആണോ നമുക്ക് മനസ്സിലാവുക, സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കൊടുക്കുക. ഈ ഫംഗ്ഷനില് ഗ്രാഫിൽ തട്ടുന്ന രീതിയിൽ വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതായത് നമുക്ക് ഇതിനെ എൽ എന്ന് പേര് വിളിക്കാം. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഈ എൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, മുന്നിലേക്ക് അങ്ങോട്ട് നീക്കുക. മുന്നിലേക്ക് നീക്കുമ്പോൾ ഞാൻ താൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു പെൻസിൽ എടുക്കുകയാണ്. താൽക്കാലികം അവിടെ ഒരു പെൻസിൽ ഉണ്ട്. ഞാൻ ഇതാണ് എന്റെ വെർട്ടിക്കൽ ലൈൻ എന്ന് വിചാരിക്കുക, പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ വെർട്ടിക്കൽ ലൈൻ ഞാൻ ഈ ഗ്രാഫിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഗ്രാഫില് ഈ വെർട്ടിക്കൽ ലൈൻ 2 തവണ ടച്ച് ചെയ്യണമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നോക്കിയോ, ഞാൻ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ മൂവ് ചെയ്യിപ്പിക്കണം, ഗ്രാഫിന്റെ പുറത്തു തന്നെ ഇങ്ങനെ വന്നതാ. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഗ്രാഫില് ഇതാണ് ഗ്രാഫ് കേട്ടോ. ഈ യു ഷേപ്പിൽ 2 തവണ ടച്ച് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഈ വെർട്ടിക്കൽ ലൈന് ഈ ഗ്രാഫിനെ 2 തവണ ടച്ച് ചെയ്യുന്നില്ലല്ലോ. എന്ന് പറയുമ്പോ ഒറ്റ തവണ അല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ, അതുകൊണ്ട് ഇതെന്താണ് ഒരു ഫംഗ്ഷൻ ആണ്. കാരണം വെർട്ടിക്കൽ ലൈൻ ടച്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ടച്ചസ് ദ ഗ്രാഫ് എപ്പോ എത്ര പോയിന്റില, വൺ ആൻഡ് ഓൺലി വൺ പോയിന്റ്. ഗ്രാഫ് ഇൻ വൺ ആൻഡ് ഓൺലി വൺ പോയിന്റ്, ഒരൊറ്റ പോയിന്റ്, ഒരൊറ്റ പോയിന്റ് ടച്ച് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ഇത് ഗ്രാഫ് അല്ല, ഇതെന്താണ് ഫംഗ്ഷനാ. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെ ഒന്ന് നോക്കി നോക്കിയേ, ഞാൻ ഇതേ വെർട്ടിക്കൽ ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. വെർട്ടിക്കൽ ലൈൻ താൽക്കാലിക ഇവിടെ വരക്കുന്നുണ്ട്. വെർട്ടിക്കൽ ലൈൻ വരക്കുമ്പോൾ എന്താ പ്രത്യേകത, ഈ വെർട്ടിക്കൽ ലൈൻ ഗ്രാഫിനെ 2 തവണ ടച്ച് ചെയ്യുന്നില്ലേ. നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെയും ഒരു തവണ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒരു തവണ ടച്ച് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച സർക്കിള് ഒരു ഗ്രാഫ് അല്ല, ഒരു ഫംഗ്ഷൻ അല്ല. ഇതൊരു ഗ്രാഫാണ് പക്ഷെ ഫംഗ്ഷൻ അല്ല. നിങ്ങൾക്ക് മൊത്തത്തിലൊന്നും ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ ലൈന് എല്ലാ ഭാഗത്തു കൂടെ മൂവ് ചെയ്യിപ്പിക്കുമ്പോഴും 2 പോയിന്റിൽ ഗ്രാഫിന്റെ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സൈൻ എക്സ് ഇതാരുടെ ഫംഗ്ഷൻ, സൈൻ എക്സ് ട്രിഗ്നോമെട്രി ഓർഡർ ഒരു ഫംഗ്ഷൻ എന്ന് പറയാം. എന്തുകൊണ്ട് ഫംഗ്ഷൻ ആയി, നേരെ വെർട്ടിക്കൽ ലൈൻ വെക്കുക, നേരെ മൂവ് ചെയ്യിപ്പിക്കുക, എല്ലാ ഭാഗത്തു കൂടെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരൊറ്റ പോയിന്റിലെ ടച്ച് ചെയ്യുള്ളൂ. അടുത്ത വെർട്ടിക്കൽ ലൈൻ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. നോക്കി വെക്കുക, ഞാൻ അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അത് 2 പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്. അഥവാ ഈ വെർട്ടിക്കൽ ലൈൻ എന്ത് ചെയ്താ, എന്റെ വെർട്ടിക്കൽ ലൈൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് 2 പോയിന്റ് ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ല, ഇതൊരു ഫംഗ്ഷൻ ആണ്, ഇതും ഒരു ഫംഗ്ഷനാണ്. കാരണം വെർട്ടിക്കൽ ലൈൻ ഒറ്റ പോയിന്റ് ടച്ച് ചെയ്താൽ അതൊരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിലോ അതൊരു ഫംഗ്ഷൻ അല്ല. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇത്രയുള്ള കൺസെപ്റ്റ്. ഒരു എക്സിന് 2 വൈ ആണ് ഇതും കാണിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ ആണ്, ഒരു എക്സിന് ഒരു വൈ. അതെങ്ങനെയാണ് നമ്മൾ നോക്കുക, അത് പെട്ടെന്ന് ഇത് വെച്ച് പറയാൻ പറ്റും. നോക്കി നോക്കി നിങ്ങൾ, ഇവിടെ ഇതാണല്ലോ എക്സ് ആക്സിസ്, ഇതിലെ വാല്യൂസ് ആണല്ലോ നമ്മൾ എക്സുകളാക്കി എടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇത് വൈ ആക്സിലെ വാല്യൂകളാണ് നമ്മൾ സ്മോൾ വൈകളാക്കി എടുക്കുക. സോ എക്സ് ആക്സിൽ ഈ വാല്യൂ ഞാൻ എടുക്കുകയാണ്, ഏതോ ഒരു വാല്യൂ ആണ്, ഇതിനെ ഞാൻ എടുക്കുകയാണ്. ഇതിനെ വൈ ആക്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ, ഫംഗ്ഷന്റെ ഗ്രാഫുള്ള ഭാഗമാണ് വൈ ആക്സിന്റെ വാല്യൂ. നമ്മൾ നേരെ നോക്കുമ്പോൾ ഇതിന് മേലെ നേരെ ഫംഗ്ഷൻ, ഇവിടെ ഉണ്ട് ഫംഗ്ഷൻ, ഇവിടെയാണ് ഗ്രാഫ് മുട്ടുന്നത്. അഥവാ ഇതാണ് ഒരു വൈ, ഒരു പോയിന്റ്. ഈ എക്സിനെ നമ്മൾ നേരെ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വൈ നിങ്ങൾക്ക് കാണാം, ഈ പോയിന്റിൽ ഇവിടെ ഒരു വൈ നിങ്ങൾക്ക് കാണാം. അഥവാ ഈ എക്സിന് തന്നെ ഈ ഒരു വൈ ഉണ്ടായിരിക്കും, ഇവിടെയും ഒരു വൈ വാല്യൂ ഉണ്ടായിരിക്കും. ഒരു എക്സിന് 2 വൈ. എന്നാൽ ഇതിലേക്ക് വരുമ്പോഴോ ഇവിടെ നിങ്ങൾ ഏത് എക്സ് ഇങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാലും, ഏതൊരു എക്സ് വാല്യൂ എടുത്താലും മേലെ ഒരൊറ്റ വൈയെ കാണാൻ പറ്റുള്ളൂ. ഒറ്റ തവണ ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ, ഒരൊറ്റ വൈ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ എവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലങ്ങനെയല്ല. ഇതിൽ ഞാൻ ഇവിടെ എക്സിന്റെ വാല്യൂ എടുക്കുകയാണ്. മേലെ നോക്കുമ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ കാണാം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്. താഴെ നോക്കുമ്പോൾ ഇവിടെയും ഒരു വൈ കാണാം. മനസ്സിലായല്ലോ, ഒരു എക്സിന് 2 വൈ ഉള്ളവരാണ് ഇവരെല്ലാം, ഒരു എക്സിന് ഒരൊറ്റ വൈ ഉള്ളവരാണ് ഇവരെല്ലാം. മനസ്സിലായല്ലോ, ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്,
എല്ലാ ഫങ്ഷൻസും ഒരു ഗ്രാഫുകളാണ്. എന്താ പറയുന്നത്? എല്ലാ ഫങ്ഷൻസും ഗ്രാഫുകളാണ്. അതിന് കാരണം എന്തായിരിക്കും? സിമ്പിൾ ആണ്. ഫങ്ഷൻസ് എല്ലാം റിയൽ ഫങ്ഷൻസാ. അഥവാ ഇത്രയേ ഉള്ളൂ, നമ്പർ ഇട്ട് കൊടുത്ത് നമ്പർ തന്നെ ഔട്ട്പുട്ട് ആയി തരും. അഥവാ ഒരു നമ്പർ എക്സിന് ഒരു നമ്പർ വൈ തരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും? ആ കോർഡിനേറ്റ് അഥവാ കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ലേ? അതെന്തുകൊണ്ടാ? കാരണം എക്സ് ആക്സിസും ഒരു എക്സ് ആക്സിലെ വാല്യൂകളും നമ്പർ ആണ്, വൈ ആക്സിസിലെ വാല്യൂകളും നമ്പർ ആണ്. സോ നമുക്ക് ജനറലി ഒരു എക്സ് കോമ വൈ എന്ന് പറയുന്ന നമ്പേഴ്സിന് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്നാൽ റിലേഷൻ ഫ്രം ലൈൻ ടു ലൈനില് നമ്പർ അല്ലല്ലോ. അപ്പൊ ലൈൻ എങ്ങനെ നമ്മൾ അവിടെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക? ലൈൻ ടു ലൈനും നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. സോ റിലേഷന്റെ ഒന്നും ഗ്രാഫുകളല്ല. പക്ഷെ എല്ലാ ഫംഗ്ഷൻസും എന്തായിരിക്കും? ഗ്രാഫുകളായിരിക്കും. കാരണം ഫംഗ്ഷൻസ് എല്ലാം റിയൽ ഫംഗ്ഷൻസ് ആണ്. കാരണം നമ്പർ കൊടുത്ത് നമ്പർ തരുള്ളൂ. സോ നമുക്ക് അവരോട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഫംഗ്ഷൻസും ഗ്രാഫുകളാണ്. അപ്പൊ എല്ലാ ഗ്രാഫുകളും ഫംഗ്ഷൻസ് ആയിരിക്കും. ഓർത്ത് വെച്ചോ, എല്ലാ ഫംഗ്ഷൻസും ഗ്രാഫുകളാ. ബട്ട് എന്തല്ല, എല്ലാ ഗ്രാഫുകളും ഫംഗ്ഷൻസ് ആവണമെന്നില്ല. ഗ്രാഫുകളെല്ലാം ഫംഗ്ഷൻസ് ആവണമെന്നില്ല. എല്ലാ ഗ്രാഫുകളും എന്തല്ല, ഫംഗ്ഷൻസ് അല്ല. പക്ഷെ ഒരു ഫംഗ്ഷൻ ആണോ അതൊരു ഗ്രാഫ് ആയിരിക്കും. കാരണം അത് റിയൽ ഫംഗ്ഷൻ ആണ്. ഇത് നോക്കി, ഇതൊരു ഗ്രാഫ് അല്ലേ, ഇത് ഫംഗ്ഷൻ ആണോ? അല്ല. സിമ്പിൾ ആണ് ഉത്തരം, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാ കൺസെപ്റ്റും പറഞ്ഞിട്ട് ഇതൊന്നും നമ്മളെല്ലാം ഒന്ന് നോട്ടിൽ എഴുതൂല. നമുക്ക് ആവശ്യമുള്ള 2-3 കൺസെപ്റ്റുകളുണ്ട്, അത് മാത്രം നമ്മൾ നോട്ടിൽ എഴുതും. ഓക്കെ ആണല്ലോ? ഞാൻ നോട്ട് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുക്കാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോട്ടുള്ളത്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കില്ല. കാരണം നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. അതായത് ഈ പറയുന്ന പുതിയ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ ഒരു മെഷീനാക്കി പറഞ്ഞതും എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ ഗ്രാഫ് ആവുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് നിങ്ങളുടെ മൈൻഡിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഞാൻ ചോദിക്കുമ്പോൾ, മറ്റാരും ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ ഗ്രാഫ് ആണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാറണം അത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ സബ്സെറ്റ് മുതൽ നമ്പർ സെറ്റിൽ നിന്ന് നമ്പർ സെറ്റിലേക്കാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതൊരു ഗ്രാഫായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. എന്തുകൊണ്ട് റിലേഷൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളും, പിന്നെ എന്താണ് നമ്മൾ കുറെ കാര്യം ഫംഗ്ഷൻ മെഷീനായിട്ട് പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്. ഫംഗ്ഷൻ എന്തുകൊണ്ട് ഒരു വർക്കറായി മാറി, ഫംഗ്ഷൻ എന്തുകൊണ്ട് y ഈക്വൽ ടു f(x) എന്തുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും y ആക്കി എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ കിട്ടണം. മനസ്സിലായല്ലോ? അതിന് വേണ്ടിയിട്ടാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കാം. എ റിലേഷൻ എഫ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ റിലേഷനെ കൊടുക്കുന്നത് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ ലെറ്റർ ആയിരുന്നു. നമ്മൾ കുറെ റിലേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് R1 R2 R3 എന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നത്. എന്നാൽ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുക സ്മോൾ എഫ് ആണ്. കുറെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ F1 F2 എന്നൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഫംഗ്ഷന് ജനറലി റെപ്രസെന്റ് ചെയ്യുക f(x) എന്നാ. അപ്പൊ നമ്മള് കാരണം എക്സിനെ എന്തോ ചെയ്യുന്ന ഒരു പണിക്കാരനാണ് എഫ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ f(x) വെറും എഫ് എന്ന് കൊടുക്കൂല. എപ്പോഴും ഫംഗ്ഷനെ f(x) എന്നാ കൊടുക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മള് വെറുതെ എഫ് എന്ന് കൊടുക്കുന്ന f(x) ആ. അപ്പൊ കുറെ ഫംഗ്ഷൻ f1x f1x2 അല്ലെങ്കിൽ f2x എന്നൊന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുക എഫ് സ്മോൾ g(x) h(x) എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റേഴ്സ് വെച്ച് നമ്മൾ ജനറൽ റെപ്രസെന്റ് ചെയ്യുക. അത് നോക്കി വെച്ചേക്കാം. എ റിലേഷൻ സ്മോൾ എഫ് ഫ്രം എ ടു ബി നമ്മൾ ഇങ്ങനെ കാണിക്കുക, സ്മോൾ എഫ് ഫ്രം എ ടു ബി എന്ന് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. ഇതിന് നമ്മൾ പറയാ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ഓർ എഫ് ഈസ് മാപ്പിംഗ് ഫ്രം എ ടു ബി എന്ന് കൂടി പറയാറുണ്ട്. എഫ് ഈസ് മാപ്പിംഗ് ഫ്രം എ ടു ബി. ഇതിന് നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്ന 2 കണ്ടീഷൻ, ഇമ്പോർട്ടന്റ് കണ്ടീഷൻ സ്റ്റാർ ഇട്ട് തന്നെ പഠിച്ചോ, സ്റ്റാർ ഇട്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. നല്ലോണം ഇത് ഈ 2 കണ്ടീഷൻ പഠിക്കാതെ ഒരാളും അടുത്ത ക്ലാസ്സിലേക്ക് വരണ്ട. ഓക്കെ ആണല്ലോ? അപ്പൊ 2 കണ്ടീഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ നമ്മൾ ഒന്നാമത്തെ സെറ്റിന് നമ്മൾ എന്ത് വിളിക്കും? ഡൊമൈൻ എന്ന് വിളിക്കും. രണ്ടാമത്തെ സെറ്റിന് നമ്മൾ കോഡൊമൈൻ എന്ന് വിളിക്കും. റേഞ്ച് എന്ന് പറയുന്നത് വരെ എത്തുന്ന ആളുകൾ അഥവാ ഇമേജുകൾ, അഥവാ മെഷീൻ വെച്ച് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ടുകളുടെ സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ ഇമേജസ് എന്ന് നമ്മുടെ കോഴ്സിലുള്ള നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഭാഷയിലെ പറയുള്ളൂ. ഈ റേഞ്ചിൽ എപ്പോഴും ആരുടെ സബ്സെറ്റ് ആയിരിക്കും? കോഡൊമൈൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വലിയ സെറ്റിന്റെ ചെറിയ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, ഇത് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. +1 നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു പോകുള്ളൂ. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ 2⁻mn ആയിരുന്നു. അത് 2 നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി ആയിരുന്നു. പക്ഷെ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് n ഓഫ് ബി, ബിയിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്കുള്ളതാണെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ചെയ്താണ് അത് അതിന്റെ എണ്ണം താഴെ കൊടുക്കുക, റേസ് ടു n ഓഫ് എ. മനസ്സിലായല്ലോ? പവറിലാണ് n ഓഫ് എ എഴുതും, മറക്കരുത്. ഓക്കെ ആണല്ലോ? n ഓഫ് ബി റേസ് ടു n ഓഫ് എ എന്നാണത്. കാരണം നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഒരു റിലേഷൻ തന്നെയാണ്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എത്രയോ എന്തുണ്ടായിരിക്കും? ആ റിലേഷൻസ് ഉണ്ടായിരിക്കും. അതിൽ എത്രയോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത് നേരത്തെ പറഞ്ഞ x(y) ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ഈ എക്സിന്റെ ഇമേജ് ആണ് y. അപ്പൊ എന്താ പ്രത്യേകത? x(y) ഒരു ഫംഗ്ഷനിലെ ഒരു എലമെന്റ് ആണെങ്കിൽ ഉറപ്പിച്ചോ നമുക്ക് എന്ത് പറയാൻ പറ്റും? f(x) നെ y എന്ന് പറയാൻ പറ്റും. കാരണം എന്താ ചെയ്യാ? ഈ എഫ് എക്സിന്റെ മേലെ എന്തോ ചെയ്തപ്പോഴാണ് നമുക്ക് y നെ കിട്ടിയത്. അതുകൊണ്ട് എക്സിൽ നിന്ന് y-ലേക്ക് ആരോ പോയത്. അതുകൊണ്ടാണ് x(y) ഓർഡർ പേരുണ്ടായത്. അതുകൊണ്ടാണ് f(x) = y ആയത്. ഡൗട്ട് ഇല്ലല്ലോ?
വേർ വൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമേജ് ഓഫ് എക്സ് അണ്ടർ ദ ഫംഗ്ഷൻ എഫ്. ആൻഡ് കാരണം എഫ് മാറിക്കഴിഞ്ഞാൽ ഈ എക്സ് മാറും, മനസ്സിലായല്ലോ, സോറി വൈ മാറും, മനസ്സിലായല്ലോ. ഈ ഫംഗ്ഷൻ മാറിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് മാറും, ഔട്ട്പുട്ട് വൈ മാറും, മനസ്സിലായല്ലോ. ആൻഡ് എക്സിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രീ ഇമേജ് ഓഫ് വൈ അണ്ടർ എഫ് എന്നാണ്. എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ റിയൽ ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ എപ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ? ഇഫ് ഈ എയും ബിയും ഒന്നെങ്കിൽ എന്തായിരിക്കണം, റിയൽ നമ്പർ. ഇത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്നാണ് കൊടുത്തുള്ളത്. ക്യാപിറ്റൽ ആറിനെ കട്ടി കൂട്ടി എഴുതി കഴിഞ്ഞാൽ റിയൽ നമ്പറിന്റെ സെറ്റ് ഒന്നെങ്കിൽ റിയൽ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ സബ്സെറ്റ് ആയിരിക്കണം. റിയൽ നമ്പർ അതിന്റെ സബ്സെറ്റുകളൊക്കെ എന്താ, നമ്പർ സെറ്റുകളാണ്, നമ്പേഴ്സ് മാത്രമുള്ള സെറ്റ്, അതാണ് ഉദ്ദേശിച്ചത്. സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പർ, ആ റിയൽ നമ്പർ സബ്സെറ്റോ റിയൽ നമ്പറോ ആയിരിക്കാം എന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായല്ലോ. ഈ ചിത്രം കൂടി വരച്ചാൽ പണി കഴിഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഓരോ ഫംഗ്ഷനും കർവ്, ഒരു ഗ്രാഫ് ആയത് അല്ലെങ്കിൽ കർവ് ആയിട്ടുള്ളത്, എല്ലാ കർവ്സും അല്ലെങ്കിൽ എല്ലാ ഗ്രാഫ്സും എന്തെല്ലാം ഒരു ഫംഗ്ഷൻ ആയി മാറിയിട്ടില്ല എന്നുള്ള ചോദ്യം ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്തിനാ യൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കിട്ടിയിരിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്ലസ് ടുവിലേക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരൊറ്റ കാര്യം കൂടി എനിക്ക് ചെയ്തു തരണം. അത് നമ്മൾ പ്ലസ് വണ്ണിൽ കുറെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ എല്ലാം ഡൊമൈന് റിയൽ നമ്പറാ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അതിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എന്ത് ഫംഗ്ഷൻ ആണ്, 1/x റെസിപ്രോക്കൽ ഫംഗ്ഷന്റെ ഡൊമൈന് മാത്രമേ ആർ മൈനസ് സെറ്റ് 0 എന്നുള്ളൂ. അതും കൂടി എല്ലാത്തിന്റെ ഡൊമൈനും റേഞ്ചും പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് 8 ഉള്ളത്, അതിന്റെ ഡൊമൈനും റേഞ്ചും പഠിച്ച് മാത്രം വരിക. അത് വെച്ച് നമുക്ക് കുറെ പ്രോബ്ലംസ് ചെയ്യാണ്ട്. ഓക്കെ ആണല്ലോ. വീഡിയോയുടെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.